ഓ ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീം വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഭാരതം ചൊല്ലുന്നോർക്കും ഭക്തരായി കേൾക്കുന്നോർക്കും പാരാതേ ഗതി വരുമെന്നരുൾ ചെയ്തിതു മുനി. പാരാശര്യാഖ്യൻ കൃഷ്ണൻ ചൊന്നതു സത്യമത്രേ, പാരമാർത്ഥികമായ തത്വവും ഇതിലത്രേ. അങ്ങനെ എല്ലാ സജ്ജനങ്ങൾക്കും മഹാഭാരത കഥാ ആസ്വാദനത്തിലേക്ക് സ്വാഗതം. നൈമിശാരണ്യത്തിൽ സൂതൻ ശൗനകാദി മഹർഷിമാരോട് മഹാഭാരതം കഥ പറഞ്ഞു കൊടുക്കുന്നു. കഥ പറയുമ്പോൾ പറയുകയാണ്, ജനമേജ രാജാവ് ചോദിച്ചു വൈശമ്പായന മഹർഷിയോട് യാഗശാലയിൽ വെച്ചിട്ട്, പിന്നീട് ഈ പാണ്ഡവന്മാർ എവിടേക്കാണ് പോയത്, പാണ്ഡവന്മാരും സംഘവും തീർത്ഥയാത്രാ സംഘം എവിടെ പോയി എന്ന് ചോദിച്ചു. അങ്ങനെ അവർ പല തീർത്ഥങ്ങളും നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് പല പർവ്വതങ്ങളും മരങ്ങളുമൊക്കെ കാണിച്ചു കൊടുത്തു. ലോമശ മഹർഷി അതിൻ്റെയൊക്കെ മഹത്വങ്ങളും പറഞ്ഞു കൊടുത്തു. അവിടുത്തെ ചരിത്രങ്ങൾ, അവിടുത്തെ ആശ്രമങ്ങൾ, അവിടുത്തെ ഋഷിമാരുടെ തപപ്രഭാവം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു തപോവനത്തിലെത്തിയവർ. അപ്പോൾ ലോമശ മഹർഷി പറഞ്ഞു, ഇവിടെയാണ് യവക്രീതൻ എന്ന ഋഷികുമാരൻ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞു. രണ്ട് ആശ്രമങ്ങൾ അടുത്തടുത്തായിട്ട് കണ്ടു. പറഞ്ഞു, ഇതിൽ ഒരു ആശ്രമത്തിൽ രൈഭ്യൻ എന്നുള്ള മഹർഷിയാണ് താമസിച്ചിരുന്നത്, മറ്റേ ആശ്രമത്തിൽ ഭരദ്വാജൻ എന്ന മഹർഷി താമസിച്ചിരുന്നു. അവർ സുഹൃത്തുക്കളായിരുന്നു, രൈഭ്യനും ഭരദ്വാജനും, രണ്ട് മഹർഷിമാർ. അതിൽ രൈഭ്യന് രണ്ട് പുത്രന്മാരുണ്ടായി. മൂത്ത പുത്രൻ പരാവസു എന്നും രണ്ടാമത്തെ പുത്രൻ അർവാവസു എന്നും. പരാവസു അർവാവസു. ഭരദ്വാജ മഹർഷിക്ക് യവക്രീതൻ എന്ന് പേരായിട്ടൊരു പുത്രനുണ്ടായി. ഇത് മറ്റേ ഭരദ്വാജൻ വ്യത്യാസം, കുറേ ഭരദ്വാജന്മാരുണ്ട്, അതിലൊരു ഭരദ്വാജനാണ് കേട്ടോ. രൈഭ്യപുത്രന്മാർ നല്ല തപസ്വികളായിരുന്നു. അവർ നന്നായിട്ട് വേദം ശാസ്ത്രമൊക്കെ പഠിച്ചു. മാത്രമല്ല തപസ്വാധ്യായ നിരതന്മാരായിരുന്നു അവർ. നല്ല മിടുക്കന്മാരായിട്ട് രൈഭ്യൻ്റെ രണ്ട് പുത്രന്മാരും, പരാവസും അർവാവസും. ഭരദ്വാജപുത്രനായുള്ള യവക്രീതൻ, ഇവരെ പ്രായം തന്നെയാണ്. ഈ മൂന്നാളും ഏതാണ്ട് വലിയ വ്യത്യാസമില്ല പ്രായത്തിൽ. അപ്പോൾ അവർ സുഹൃത്തുക്കളാണ്, കളിക്കൂട്ടുകാരാണ്. പക്ഷേ ഭരദ്വാജൻ്റെ പുത്രൻ യവക്രീതൻ പഠന കാര്യത്തിലൊക്കെ മോശമായിരുന്നു, പഠിക്കില്ല. അയാൾക്കിങ്ങനെ എന്തെങ്കിലും വികൃതി കാണിച്ച് നടക്കാനാണ് ഇഷ്ടം. അങ്ങനെ ശ്രദ്ധയില്ലാതെ ഒരു മണ്ടനായി തീർന്നു ഇയാൾ. മണ്ടച്ച പഠിപ്പില്ലാത്തവന്ന്, ബുദ്ധി ഉണ്ടായിരുന്നു, പഠിപ്പില്ല. അപ്പോൾ എന്തായി, ഈ രൈഭ്യൻ്റെ രണ്ട് മക്കളും എല്ലാ ജനങ്ങളെല്ലാവരും ബഹുമാനിക്കാൻ തുടങ്ങി. അത്ര ബഹുമാനം ഈ ഭരദ്വാജനോ യവക്രീതനോ കിട്ടുന്നില്ല, അച്ഛനും മകനും കിട്ടുന്നില്ല. അത് യവക്രീതൻ്റെ മനസ്സിന് കുറച്ച് വിഷമമായി. അദ്ദേഹത്തിനൊരു അപകർഷതാബോധമൊക്കെ ഉണ്ടായി. അപ്പോൾ യവക്രീതൻ എന്ത് ചെയ്തു, പോയിട്ട് കഠിനമായുള്ള തപസ് ചെയ്തു. കുറേ കാലം തപസ് ചെയ്തപ്പോൾ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരം എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പഠിക്കാതെ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഉള്ളിൽ തോന്നണം. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അത് ശരിയല്ല, തപസ് കൊണ്ടും വരലബ്ധി കൊണ്ടൊന്നും
പഠിക്കാതെ വേദശാസ്ത്രങ്ങൾ ഉള്ളിൽ തോന്നിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അത് മനുഷ്യപ്രയത്നം കൊണ്ട് വേണം പഠിച്ച് ഉണ്ടാക്കണം അറിവ്. പഠിച്ചുണ്ടാക്കേണ്ടതാണ് അറിവ്, അല്ലാതെ വരം മേടിച്ചുണ്ടാക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ മറഞ്ഞു. യമക്രീതൻ വിട്ടില്ല. യമക്രീതൻ വീണ്ടും തപസ് ആരംഭിച്ചു. ഘോരമായുള്ള തപസ്സാണ്. അവസാനം പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ മാംസമൊക്കെ വെട്ടിമുറിച്ച് ഹോമിക്കാൻ തുടങ്ങി. അങ്ങനെ മാംസങ്ങൾ വെട്ടിമുറിച്ച് അവിടെയൊക്കെ വ്രണമായി. വ്രണം കൊണ്ട് ഇയാൾ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ദ്രന് കഷ്ടം തോന്നി, ഒരു മനസ്സലിഞ്ഞു ഇന്ദ്രൻ വന്നിട്ട് വരം കൊടുത്തു. അങ്ങനെ ഇയാൾക്ക് ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഇയാളുടെ വ്രണമൊക്കെ ശരിയായി. പഴയ മാതിരി തന്നെ, പഴയ പോലെ തന്നെ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് ഇയാൾ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്ക് വേദശാസ്ത്രങ്ങൾ എവിടെ ചോദിച്ചാലും കാണാപാടാണ്, എല്ലാം അറിയാം അയാൾക്ക്. അപ്പോഴേക്ക് കുറച്ചൊരു അഹങ്കാരമൊക്കെ വന്നു. അച്ഛനത് മനസ്സിലായി ഭരദ്വാജന്. ഭരദ്വാജ മഹർഷി പറഞ്ഞു, മകനെ എങ്ങനെ അഹങ്കരിക്കരുത്, അഹങ്കാരം നാശത്തിന് കാരണമാണ്. നീ ഇപ്പം എല്ലാം അറിയാമെന്നുള്ള ഭാവം നിനക്കുണ്ട്. ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞ് ബാലധി എന്ന പേരായിട്ടൊരു മഹർഷിയുടെ കഥ പറഞ്ഞു കൊടുത്തു. ഈ ബാലധി എന്നുള്ള മഹർഷി തനിക്ക് ചിരഞ്ജീവിയായിട്ടൊരു മകൻ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ തപസ് ചെയ്തു. അപ്പോൾ ദേവന്മാർ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, മനുഷ്യന് അമരത്വം എന്നുള്ളത് കിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈ പർവ്വതങ്ങളൊക്കെ ചിരഞ്ജീവികളായിട്ട് നിൽക്കുന്നില്ലേ? പർവ്വതങ്ങൾക്ക് മരണമില്ലല്ലോ, എന്തുകൊണ്ട് മനുഷ്യൻ ചിരഞ്ജീവി ആയിക്കൂടാ? അങ്ങനെ നിർബന്ധം പിടിച്ച് അവസാനം ഒരു പുത്രനുണ്ടായി അയാൾക്ക്. ഈ പുത്രൻ വലുതായി. പുത്രന് അഹങ്കാരം വന്നു, താൻ ചിരഞ്ജീവിയാണ്, അതുകൊണ്ട് തന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നൊക്കെ ഈ പുത്രൻ അഹങ്കരിച്ചു. എന്തിനു പറയണു, ചെറുപ്പത്തിൽ തന്നെ ഈ പോത്തിൻ കൂട്ടം വന്നിട്ട് ഇയാളെ ആക്രമിച്ചിട്ട് എന്തോ കാരണം കൊണ്ട് പോത്തുകൾ ഇടി കൊണ്ടിട്ട് അയാൾ ചത്തുപോയി. അതുപോലെ അഹങ്കരിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, നാശമാണ് ഫലം എന്ന് ഈ ബാലധിയുടെ കഥ ഉദാഹരിച്ച് ഭരദ്വാജൻ പുത്രനായ യമക്രീതന് പറഞ്ഞു കൊടുത്തു. പക്ഷേ യമക്രീതന് മാറ്റമൊന്നും വന്നില്ല. ഒരു ദിവസം ഇദ്ദേഹം രൈഭ്യാശ്രമത്തിൻ്റെ പരിസരത്ത് കൂടെ അങ്ങനെ പോകുമ്പോഴാണ് ഒരു സുന്ദരിയായിട്ടൊരു സ്ത്രീ കണ്ടു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പരാവസുവിൻ്റെ പത്നിയാണ്. വെച്ചാൽ രൈഭ്യൻ്റെ മകൻ്റെ ഭാര്യയാണ്. പരാവസുവും ഇയാളും കളിക്കൂട്ടുകാരാണ്, ഒന്നിച്ച് ബാല്യകാല സുഹൃത്തുക്കളാണ്. പരാവസുവിന് ഈ സ്ത്രീ കണ്ടുകൂടിയിട്ട് ഇയാൾ കാമാർത്ഥനായി. ഇയാൾ ആ സ്ത്രീ കയറി പിടിച്ചു. ശാപം ഭയന്നിട്ടോ എന്തോ ആ സ്ത്രീ ഇയാൾക്ക് വശംവതിയായി എന്ന് പറയാം. അങ്ങനെ പെട്ടെന്ന് ഇവർ അവിടെ ആ സമയത്ത് ഈ ആശ്രമത്തിലേക്ക് പരാവസുവിൻ്റെ അച്ഛൻ രൈഭ്യൻ കടന്നു വന്നു. രൈഭ്യനെ കണ്ടപ്പോൾ ഈ സ്ത്രീ ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അതിയായിട്ട് ക്രോധം വന്നു. അവർക്ക് രൈഭ്യന് തൻ്റെ പുത്രഭാര്യയാണല്ലോ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ജട പറിച്ചെടുത്തിട്ട് അഗ്നിയിൽ ഹോമിച്ചു, ഹോമകുണ്ഡത്തിലിട്ടിട്ട്. അവിടുന്ന് ഒരു ഭയങ്കരനായിട്ടൊരു രാക്ഷസൻ പൊന്തി വന്നു. ശൂലം കൊണ്ട് ഈ യമക്രീതനെ കുത്തിക്കൊന്നു. യമക്രീതനെ അങ്ങനെ അവിടെ മരിച്ചു കിടക്കുന്നു ഇയാൾ. അങ്ങനെ ഭരദ്വാജൻ സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് അഗ്നിപൂജയ്ക്ക് വന്നപ്പോൾ ഈ തൃശൂലം കൊണ്ട് കൊല്ലപ്പെട്ട നിലയിൽ തൻ്റെ മകൻ്റെ ശരീരം കിടക്കുന്നുണ്ട് അവിടെ. അദ്ദേഹം ഉറക്കം നിലവിളിച്ചു. ഒരേ ഒരു മകനേ ഉള്ളൂ, ആ മകൻ ഇങ്ങനെ മരിച്ചു പോയല്ലോ. അദ്ദേഹം ചത കൂട്ടി മകൻ്റെ ശവശരീരം ചതയിലെടുത്തു വെച്ച് അദ്ദേഹം ആ ചതയിലേക്ക് ചാടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, രൈഭ്യൻ അയാളുടെ ജ്യേഷ്ഠപുത്രൻ്റെ കൈകൊണ്ട് മരിക്കാൻ ഇടവരട്ടെ. ജ്യേഷ്ഠപുത്രൻ പരാവസുവിൻ്റെ കൈകൊണ്ട് മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ച് ഭരദ്വാജ മഹർഷി മകൻ്റെ യമക്രീതൻ്റെ ചതയിൽ ചാടി മരിച്ചു. അങ്ങനെ ഈ ശാപം അവിടെ കിടക്കുകയാണ്. ബൃഹദ്യുമ്നൻ എന്നൊരു രാജാവുണ്ട്. ആ രാജാവ് യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ പുരോഹിതനായിട്ട് വരിച്ചത് ഈ രൈഭ്യനെയാണ്. രൈഭ്യൻ 2 മക്കളോടും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ യാഗം നടത്തി കൊടുക്കൂ. അങ്ങനെ അവർ രാജാവിൻ്റെ കൂടെ പോയി ആ രാജധാനിയിലേക്ക്. അപ്പോൾ യാഗത്തിന് കുറേ ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ പരാവസു പറഞ്ഞു, ഞാൻ ഒന്നും കൂടെ ആശ്രമത്തിൽ പോയിട്ട് വരാം, യാഗം തുടങ്ങാറാകുമ്പോഴേക്ക് ഞാൻ വരാം, അനിയൻ മടി ഉണ്ടല്ലോ അർവാവസു എന്നും പറഞ്ഞ് ഇദ്ദേഹം തിരിച്ചുപോയി, ആശ്രമത്തിൽ വന്നു കൂടി. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം നമ്മുടെ ഈ രൈഭ്യന് കൃഷ്ണമാൻ്റെ തോലെടുത്തിട്ട്
ആശ്രമത്തിൻ്റെ പരിസരത്തുള്ള ഇതിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ ചെറിയ നിലാവുണ്ട്. അപ്പോൾ ഈ പരാവസം എന്തോ പുറത്ത് ആവശ്യത്തിന് വന്നപ്പോൾ ഒരു മൃഗം ഇങ്ങനെ അവിടെ നടക്കുന്ന ഒരു മൃഗമാണ് തെറ്റിദ്ധരിച്ചു അച്ഛൻ്റെ ഈ മാൻതോലുടുപ്പും എല്ലാം കൂടെ കണ്ടപ്പോൾ. അപ്പോൾ ഇദ്ദേഹം മമ്പും വില്ലും കൊണ്ടുവന്നിട്ട് അസ്ത്രം എയ്തു. അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛൻ്റെ അസ്ത്രം കൊണ്ട് അച്ഛൻ മരിച്ചു. അപ്പോൾ മകൻ്റെ കൈ കൊണ്ട് മരിക്കണം എന്നുള്ള ശാപമുണ്ട്, അതുകൂടെ ഫലിച്ചു. അങ്ങനെ മൃഗമാണ് തെറ്റിദ്ധരിച്ച് അമ്പ ചെയ്ത് അച്ഛൻ മകൻ്റെ കൈ കൊണ്ട് മരിക്കുകയാണ്. ഇദ്ദേഹത്തിന് വലിയ വിഷമായി, തൻ്റെ കൈ കൊണ്ട് അച്ഛൻ മരിച്ചു പോയി എന്നുള്ളതിൽ. അങ്ങനെ പരാവസു ദുഃഖിച്ച് ആശ്രമത്തിൽ തൻ്റെ പത്നി മാത്രമേ ഉള്ളൂ, അവിടെ താനും പത്നി മാത്രമേ ഉള്ളൂ. അർവാവസു യാഗത്തിന് പോയിരിക്കണം. യാഗം അടുത്ത് വന്നു. യാഗം ചെയ്യിക്കാനുള്ള പൗരോഹിത്യം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ പത്നിയെ അടുത്ത ആശ്രമത്തിലുള്ള ഋഷിമാരൊക്കെ ഏൽപ്പിച്ചിട്ട് അവർ ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഇദ്ദേഹം യാഗശാലയിലേക്ക് പോയി. പരാവസു അനുജനെ വിളിച്ചിട്ട് പറഞ്ഞു, അർവാവസുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. തെറ്റിദ്ധരിച്ച് എന്തോ മൃഗമാണ് തെറ്റിദ്ധരിച്ച് ഞാൻ അമ്പ ചെയ്തു, അച്ഛൻ മരിച്ചു പോയി. അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തം വേണം, അതിന് വ്രതം അനുഷ്ഠിക്കണം. ഇപ്പോൾ അച്ഛനെ കൊന്നു. പിതൃഹത്യാപാപമുണ്ട്, ബ്രഹ്മഹത്യാപാപമുണ്ട്. 2 പാപമാണ്. ഇത് ഘോരമായുള്ള പാപമാണ്. അതിന് പ്രായശ്ചിത്തമായിട്ട് വ്രതം അനുഷ്ഠിക്കണം. പക്ഷേ അനുജൻ പറഞ്ഞു, എനിക്ക് ഈ യാഗത്തിൻ്റെ ക്രിയാഭാഗങ്ങൾ മുഴുവൻ അറിയില്ല, അത് ജ്യേഷ്ഠനെ അറിയുള്ളൂ. അപ്പോൾ അനുജനോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നീ എനിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കും, ഞാൻ യാഗം ചെയ്തോളാം. അങ്ങനെ അവർ തീരുമാനിച്ചു. അങ്ങനെ അനുജൻ അവിടുന്ന് പോന്നു. അർവാവസു പരാവസു യാഗങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി, എല്ലാം വൃത്തിയായി. അങ്ങനെ വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മലയിലും പർവ്വതത്തിലും നദീതീരത്തും കൂടെയൊക്കെ സഞ്ചരിക്കുകയാണ്. ഈ അനിയൻ പർവാവസു തീവ്രമായുള്ള വ്രതമാണ്, ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇയാൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ യാഗശാലയിൽ വന്നു. ജ്യേഷ്ഠൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗശാലയിൽ വന്നു, യാഗം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ജ്യേഷ്ഠനൊരു ഭയം, ഇവൻ ആരോടെങ്കിലും പറയുമോ ഞാനാണ് കൊന്നത്, എനിക്ക് ബ്രഹ്മഹത്യാഭാവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജാവ് ചിലപ്പോൾ അതേ ശിക്ഷിക്കും. കാരണം ബ്രഹ്മഹത്യാഭാവമുള്ളവർ അച്ഛനെ കൊന്നവരൊന്നും യാഗം ചെയ്യാൻ പാടില്ല, പൗരോഹിത്യം വഹിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു ഉപായം കണ്ടെത്തി ഇയാൾ എന്ത് ചെയ്തു അറിയാം, ആരും അറിയരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു, രാജാവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഈ അർവാവസുവിന് ബ്രഹ്മഹത്യാഭാവമുണ്ട്, അനിയന്. ജ്യേഷ്ഠൻ പറയാം, അങ്ങനെയുള്ളൊരു യാഗക്രിയകളൊന്നും കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ യാഗം ദുഷിക്കും എന്ന് പരാവസു അനിയനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞു. അർവാവസുവിന് ബ്രഹ്മഹത്യാഭാവമുണ്ടെന്നും അർവാവസു യാഗം കണ്ടു കഴിഞ്ഞാൽ ക്രിയാഭാഗങ്ങൾ കണ്ടാൽ യാഗം ദുഷിക്കും. രാജാവിന് വളരെ കലശലായിട്ട് ദേഷ്യം വന്നു. അയാൾ പിടിച്ച് നാട് കടത്താൻ കിങ്കരന്മാരെ ഏർപ്പാട് ചെയ്തു. അപ്പോൾ അർവാവസു പറഞ്ഞു, എനിക്കല്ല ബ്രഹ്മഹത്യാഭാവം, ജ്യേഷ്ഠനാണ്, അതൊന്നും ആരും കേൾക്കാനില്ല. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടിട്ട് നാട് കടത്തി കാട്ടിലേക്ക് വിട്ടു. ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല എന്നിട്ട് അങ്ങനെ കാട്ടിലേക്ക് വിട്ടു. അദ്ദേഹം ദുഃഖിച്ച് കാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ ചെയ്യുക? അങ്ങനെ വ്രതം അവസാനിപ്പിച്ച് കഠിനമായിട്ട് തപസ് ചെയ്തു ഇയാൾ. വ്രതമൊക്കെ നിർത്തി. എന്തിനു വേണ്ടി വ്രതം ചെയ്യണം? ജ്യേഷ്ഠന് വേണ്ടി. ജ്യേഷ്ഠൻ ചതിച്ചില്ലേ? അങ്ങനെ കഠിനമായുള്ള തപസ് ചെയ്തു. ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തൻ്റെ പറഞ്ഞു, ദേവന്മാർ വരം ചോദിച്ചു, എന്താ വേണ്ടത്? പറഞ്ഞു, എൻ്റെ അച്ഛനും തൻ്റെ സ്നേഹിതൻ യവക്രീതനും ഭരദ്വാജനെ ജീവിക്കണം എന്ന് പറഞ്ഞു. ഭരദ്വാജൻ സ്വന്തം അച്ഛൻ, തൻ്റെ അച്ഛൻ ജീവിക്കണം, മരിച്ചുപോയി തൻ്റെ അച്ഛൻ ജീവിക്കണം, യവക്രീതനും ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ജീവിച്ചു, വീണ്ടും ജീവിച്ചു എന്ന് പറയണം ഈ പറഞ്ഞ. അപ്പോൾ ഭരദ്വാജനും ജീവിച്ചു, മറ്റേ ആൾ എന്താ പറയുക, മറ്റേ ഭരദ്വാജനും ഈ മറ്റേ ആൾ എന്താ രൈഭ്യനും അതുപോലെ പിന്നെ ഇവരൊക്കെ ജീവിച്ചു. ദേവന്മാർ, മരിച്ചുപോയ അച്ഛനും തൻ്റെ സ്നേഹിതൻ യവക്രീതനും ഭരദ്വാജനും എല്ലാവരും ജീവിച്ചു. രൈഭ്യനും ജീവിച്ചു, ഭരദ്വാജനും ജീവിച്ചു, യവക്രീതനും ജീവിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇവിടെയാണ്. യുധിഷ്ഠിര മഹാരാജാവേ എന്ന് ലോമശമഹർഷി പറഞ്ഞു കൊടുത്തു. അവരവിടെ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം വെച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, ഈ പർവ്വതം ഇന്നതാണ്, ഇതിൻ്റെ പേര് ഇതാണ്, അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നുണ്ട്, ഈ നദി ഇന്ന നദിയാണ്. അങ്ങനെ ഈ വനങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരും അവരെ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ വടക്ക് പോയി നടന്നവർ ഒരുപാട് ദിവ്യങ്ങളായ സ്ഥലങ്ങളൊക്കെ നടന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഗന്ധമാദന പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി. ഗന്ധമാദന പർവ്വതം ഹിമാലയത്തിൻ്റെ വടക്ക്. അവിടെ എപ്പോഴും ഇങ്ങനെ കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു.
മഴ ശക്തിയായിട്ട് പെയ്യും ചിലപ്പോൾ. ജീവികളൊന്നും ഇല്ലാതെ തന്നെ ശബ്ദം മുഴങ്ങുന്നവിടെ. ജീവികളൊന്നും കാണില്ല, എന്തൊക്കെയോ ശബ്ദം കേൾക്കും. കാട്ടുജന്തുക്കളും രാക്ഷസന്മാരും ഘോര പ്രദേശമാണ്. കാട്ടുജന്തുക്കളും രാക്ഷസന്മാരൊക്കെ വിഹരിക്കുന്ന സ്ഥലമാണ്. മഞ്ഞുകട്ടകൾ കൊളുത് ചുടുവെള്ളം അങ്ങനെ വീണുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ്. ചെങ്കുത്തായ സ്ഥലമാണ് ചില ഭാഗങ്ങളിലൊക്കെ. അങ്ങനെ മനുഷ്യർക്കൊന്നും കയറാൻ പറ്റാത്ത അങ്ങനത്തെ സ്ഥലം. അതൊക്കെ അവർ തരണം ചെയ്തു. പതുക്കെ അതിനെ കയറി പോയി. അങ്ങനെ ഗന്ധമാദന പ്രദേശം അതിലും വ്യത്യസ്തമായുള്ള സ്ഥലമാണ്. അവിടെ അസുരന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും അവരുടെയൊക്കെ വിഹാരസ്ഥലമാണ്. മനുഷ്യർക്ക് അവിടെ അഗമ്യങ്ങളാണ്, അവിടെ കയറാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളാണ്. ആ വഴിക്ക് വേണം പോകാൻ. എവിടേക്ക്? നരനാരായണ ആശ്രമത്തിലേക്ക്. അതുപോലെ തന്നെ കൈലാസത്ത് മുടങ്കിലും ആ വഴിക്കൊക്കെ പോകണം. അപ്പോൾ ആ വഴിക്ക് പോയേ വരുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഭയമുള്ളവരും ദുർബലന്മാരും മടങ്ങുകയാണ് നല്ലതെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അതുകൊണ്ട് പാഞ്ചാലിയും ആരോഗ്യമില്ലാത്തവരും ധൈര്യം പോരാത്തവരൊക്കെ തിരിച്ചു പോട്ടെ എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ഭീമൻ പറഞ്ഞതൊന്നും വേണ്ട, പോവുക. ഭീമൻ്റെ നിർബന്ധമാണ്. ആരും മടങ്ങിയില്ല. അങ്ങനെ ലോമശമർഷി ഓരോ പർവ്വതത്തെയും നദിയും ചൂണ്ടിക്കാണിച്ച് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്കിൽ ഈ ഒരു പർവ്വതാകൃതിയിൽ കിടക്കുന്ന നരകാസുരൻ്റെ വലിയൊരു അസ്ഥിക്കൂടം കണ്ടു. നരകാസുരനെ കൊന്നത് വിഷ്ണുവാണല്ലോ. അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, വരാഹ അവതാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അങ്ങനെ കഥകളും പറഞ്ഞ് അവരങ്ങനെ നടന്നു പോകണം. അങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് യമനില്ലാത്തൊരു കാലമുണ്ടായി കൃതയുഗത്തിൽ. ആ കാലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ആര്? ലോമശൻ. അപ്പോഴേക്കൊരു കൊടുങ്കാറ്റടിച്ചു, അതിശക്തിയായിട്ടൊരു കൊടുങ്കാറ്റ് വന്നു. അപ്പോൾ ഇവർ വലിയ വലിയ മരങ്ങളുടെയൊക്കെ ചോട്ടിൽ പോയിട്ട് ചിലർ നിന്ന്, ചിലർ ഗുഹയുടെ ഉള്ളിൽ പോയി താമസിച്ചിരുന്നു. പൊടിപടലങ്ങളെ കൊണ്ട് കണ്ണ് കാണാൻ കഴിയാതെയായി. പിന്നെ അത് കഴിഞ്ഞ് കൊടുങ്കാറ്റ് കഴിഞ്ഞപ്പോൾ ശക്തിയുള്ള മഴ പെയ്തു. അതൊക്കെ മാറി. അപ്പോഴേക്കും ഇവരാകെ ക്ഷീണവും ഒക്കെ ആയിട്ടുണ്ട്. മാർഗത്തിൻ്റെ ആ ഒരു ദുർഗമത, കയറി പോകാനൊക്കെയുള്ള വിഷമം, ആഹാരമില്ലായ്മ, ആഹാരം കുറവ്, വിശ്രമത്തിൻ്റെ കുറവ്, ശീതോഷ്ണങ്ങളുടെ വ്യത്യാസങ്ങൾ. ഇങ്ങനെ ദ്രൗപദി പെട്ടെന്ന് മോഹാലിസ് വിട്ട് വീണു, മൂർച്ഛിച്ച് വീണു. നല്ല കാലത്തിന് നകുലൻ താങ്ങി, ഇല്ലെങ്കിൽ തല പോയിട്ട് കല്ലിൻ്റെ മുകളിൽ അടിക്കേണ്ടായിരുന്നു. നല്ല കാലം കൂടി താങ്ങി അവിടെ കിടത്തി. ചുറ്റും നിന്ന് എല്ലാവരും ശുശ്രൂഷിച്ചു. ധൗമ്യ മഹർഷിയുടെ മന്ത്രം, സിദ്ധമന്ത്രജപം ഉണ്ടായി. അതിൻ്റെ ശക്തി കൊണ്ടും ലോമശ മഹർഷി അനുഗ്രഹിച്ചു പാഞ്ചാലിയെയും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞു പാഞ്ചാലിക്ക്. പക്ഷേ ദ്രൗപദിക്ക് നടക്കാൻ വയ്യ, അത്രയും ക്ഷീണമുണ്ട്. അപ്പോൾ ഭീമൻ എന്ത് ചെയ്തു? തൻ്റെ മകനായുള്ള ഘടോത്കചനെ സ്മരിച്ചു. ഇടുമ്പിയിലുണ്ടായ മകനില്ലേ രാക്ഷസൻ, ആ ഘടോത്കചൻ എന്ന രാക്ഷസൻ പെട്ടെന്ന് ഭീമൻ്റെ മുമ്പിൽ ഹാജരായി. ഭീമനെ വണങ്ങി, അതുപോലെ ധർമ്മപുത്രരെയും ഒക്കെ എല്ലാവരെയും വണങ്ങി. അത് കഴിഞ്ഞ് ഭീമൻ പറഞ്ഞു, ഇവരെയൊക്കെ പാഞ്ചാലി എടുക്കണം എന്ന് പറഞ്ഞു. ഇതിൽ ആകാശമാർഗത്ത് കൂടെ ഞങ്ങളെ പിന്തുടർന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ്റെ അനുവാദം വാങ്ങി. നിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് പാഞ്ചാലിക്ക്. ഭീമൻ്റെ പത്നിയാണല്ലോ, ഭീമൻ്റെ മകനല്ലേ ഘടോത്കചൻ. അതുകൊണ്ട് അമ്മയുള്ള പാഞ്ചാലി എടുത്ത്. ഇപ്പോൾ ഘടോത്കചൻ പറഞ്ഞു, ഞാനൊരു കാര്യം. ഘടോത്കചൻ മറ്റുള്ള രാക്ഷസന്മാരെയും വരുത്തി, തൻ്റെ കൂട്ടുകാരായുള്ള. ആ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും എടുത്തുകൊണ്ട് ഒരു ആകാശത്തു കൂടെ അങ്ങ് സഞ്ചരിച്ചു. പിന്നെ അവർക്ക് നടക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഘടോത്കചൻ പാഞ്ചാലി മാത്രമല്ല എല്ലാ ചങ്ങാതിമാരെ എല്ലാവരും എടുത്തു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും എടുത്തിട്ടാണ് പോണത്. വേറെയും രാക്ഷസന്മാർ വന്നിട്ട്. അങ്ങനെ അവരെടുത്തുകൊണ്ട് അവർ നരനാരായണാശ്രമത്തിലെത്തി, ബദരികാശ്രമത്തിലെത്തി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നല്ല മനോഹരമായുള്ള സ്ഥലം, അനേകം തപസ്സികൾ, ജ്ഞാനികൾ, അവരെ കൊണ്ടൊക്കെ സേവിക്കപ്പെടുന്ന സ്ഥലമാണ്. ജ്ഞാനികളും തപസ്സികളൊക്കെ ആയിട്ട് അവിടെ അവർ 6 ദിവസം താമസിച്ചു നരനാരായണാശ്രമത്തിൽ. ഒരു ദിവസം ഒരു അത്ഭുതമായിട്ട് സംഭവം ഉണ്ടായി. ഭീമനും പാഞ്ചാലിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സംസാരിച്ചിങ്ങനെ നടക്കുകയാണ് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഒരു കാറ്റ് വീശി, ഒരു കാറ്റിങ്ങനെ വരുന്നുണ്ട്. ആ കാറ്റിൽ അതിദിവ്യമായിട്ടൊരു സുഗന്ധം ഇങ്ങനെ വരുന്നു. ഇങ്ങനെ സുഗന്ധം അവർ മുമ്പ് അനുഭവിച്ചില്ല. ദിവ്യമായുള്ള സുഗന്ധമാണ്. ഇത് എവിടുന്നാണ് വരുന്നതെന്ന് ഇങ്ങനെ അവർക്ക്. അങ്ങനെ നോക്കുമ്പോൾ ആകാശത്തു കൂടെ, വായിൽ കൂടെ ഒരു വലിയൊരു പൂവ്, ഒരു ആദിത്യബിംബം പോലെ വളരെ പ്രകാശിക്കുന്നൊരു പുഷ്പം പറന്നിങ്ങനെ വരുന്നു. അത് ഭീമൻ്റെയും പാഞ്ചാലിയുടെ മുമ്പിൽ വന്ന് വീണു, കാറ്റിൽ വന്നിട്ട്. അപ്പോൾ അതിന് സ്വർണ്ണവർണ്ണമാണ്, നല്ല സുഗന്ധം. അതെടുത്തിട്ട് അദ്ദേഹം അതിങ്ങനെ നോക്കി. അപ്പോൾ അത് വാടിക്കഴിഞ്ഞിരിക്കണം. അതിന് ഗന്ധമുണ്ട്. പാഞ്ചാലിക്ക് ആ പുഷ്പം കണ്ടപ്പോൾ വല്ലാത്ത ഒരു ആഗ്രഹമായി. ഭീമനോട് പറഞ്ഞു, എനിക്കൊരു
ഇങ്ങനത്തെ ഈ പൂവ് 4 കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. ഭീമൻ ശരി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. ഭീമൻ ഗതിയൊക്കെ എടുത്ത് ബമ്പും വാളമൊക്കെ എടുത്തിട്ട് ഈ കാറ്റിൽ വരുന്ന ഗന്ധത്തിൻ്റെ ദിശ മനസ്സിലാക്കി അങ്ങനെ പോവുകയാണ്. എവിടെ നിന്നാണ് ഈ ഗന്ധം വരുന്നത്? ഭീമൻ പൊതുവെ വഴി കൂടെ നടക്കുകയില്ല, ഭീമൻ പോകുന്ന വഴിയാവുകയാണ് ചെയ്യുക. ഭീമൻ കാട്ടിലെ മരങ്ങളൊക്കെ പറിച്ച് വലിച്ചെറിയും. അതുപോലെ ആനയോ സിംഹമൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ച് ഒരേറാണ്. ഭീമന് 10,000 ആനയുടെ ശക്തിയാണ്. അങ്ങനെ ഭീമൻ പോയി. അങ്ങനെ കുറേ ദൂരം നടന്നു. മനുഷ്യർക്കൊന്നും പ്രാപ്യമല്ലാത്ത സ്ഥലത്തൊക്കെ കയറി. അങ്ങനെ പോയി ആ ഗന്ധമാദന പർവ്വതത്തിൻ്റെ ഭാഗത്തെത്തി. കുറേ ദൂരം നടന്നപ്പോൾ അവിടെ കദളി വനം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്നാണ് ഈ ഗന്ധം വരുന്നത്. അവിടെയാണ് ഹനുമാൻ സ്വാമി താമസിക്കുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്രനെ ഉപാസിച്ച് രാമനാമം ജപിച്ച് അങ്ങനെ കഴിയുകയാണ് അവിടെ ഹനുമാൻ സ്വാമി. അപ്പോൾ ഈ കോലാഹലമൊക്കെ കേൾക്കാണ്ട്, ഭീമൻ്റെ വരവ്, മൃഗങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കാണ്ട് ഭീമനിങ്ങനെ തീർപ്പിച്ചിട്ട് എടുത്ത് എറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ ഈ അവൻ്റെ അഹങ്കാരം കുറച്ച് ശമിപ്പിക്കണം എന്ന് ഹനുമാന് ഒരു തോന്നലുണ്ടായി. ഹനുമാൻ രണ്ടാളും ഒരേ വായു ഭഗവാന്റെ മക്കളാണല്ലോ, വായുപുത്രന്മാരാണ് രണ്ടാളും, അപ്പോൾ അനുജനാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഹനുമാൻ ഇങ്ങനെ വിലങ്ങായിട്ട് വഴിയിൽ മാർഗമധ്യത്തിൽ അവിടെ കിടന്നു. ഭീമൻ വന്നിട്ട് ഇതേതൊരു കുരങ്ങൻ ഇവിടെ കിടക്കണത് എന്നിങ്ങനെ ചോദിക്കും. കുരങ്ങനെ കണ്ട് വേണ്ടാത്തതൊന്നും പറഞ്ഞില്ല. കാരണം തൻ്റെ ജ്യേഷ്ഠൻ വാനരനായിരുന്നല്ലോ, ആ ജ്യേഷ്ഠനോട് ഭക്തി കൊണ്ട് ഇയാൾ അനാവശ്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഓട്ടംതുള്ളി കുഞ്ചൻ നമ്പ്യാർ ആരോടോ നമ്മുടെ മാർഗ്ഗയിൽ കിടക്കുന്ന, അതൊന്നും മഹാഭാരതത്തിലല്ല, വളരെ മാന്യമായുള്ള സംസാരമാണ് ഹനുമാനും ഭീമനും തമ്മിൽ. പക്ഷേ ഭീമൻ ആ ഒരു ഇതുണ്ട്, ആ ഹുങ്കുണ്ട്, അല്ല വലിയ ആളാണ്, ബലവാനാണെന്നുള്ളത് ഇതുണ്ട്. അല്ലാതെ ഹനുമാനോട് അനാവശ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അറിയാതെ ഹനുമാനാണെന്ന് അറിഞ്ഞിട്ടില്ല എങ്കിലും. അപ്പോൾ പറഞ്ഞു, ഒന്ന് മാറി തരണം, എനിക്ക് പോകണം വഴിക്ക്. പറഞ്ഞു, ഞാൻ വളരെ അവശനാണ്, ഞാൻ വ്യാധിഗ്രസ്തനാണ്, രോഗം പിടിച്ചിട്ട് കിടക്കുകയാണ്, എനിക്ക് തീരെ വയ്യ, വയസ്സുമായി, അതുകൊണ്ട് പിന്നെ എന്നെ കവച്ച് വെച്ച് പോയിക്കോളാൻ പറഞ്ഞു. കവച്ച് വെച്ച് പോകാൻ പാടില്ലല്ലോ അപ്പോൾ ഹനുമാൻ ചോദിച്ചു, നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ, മനുഷ്യരെന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ കണ്ടാൽ തന്നെ തേജസ്വി, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവികളോടൊക്കെ ദയ വേണ്ടതല്ലേ, കാരുണ്യം വേണ്ടതല്ലേ, എന്താണ് ഇങ്ങനെ എന്നോട് മാറാനൊക്കെ പറയണത്? എന്നെ കവച്ച് കിടന്ന് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഇല്ല, നിർഗുണനായ പരമാത്മാവ് ഈ എല്ലാ ജീവികളുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. പരമാത്മാവ് എല്ലാ ശരീരത്തിലും വ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ജ്ഞാനവിജ്ഞേയനാണ്. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദയ സർവസ്യാധിഷ്ഠിതന്നല്ലേ. അങ്ങനെയുള്ള ആ പരമാത്മാവിനെ നിന്ദിക്കലാവും ഞാൻ കവച്ച് കടന്നാൽ. അല്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഹനുമാൻ എങ്ങനെയാണോ ലങ്കയ്ക്ക് പോയത് അതുപോലെ ഞാൻ അങ്ങേയൊക്കെ എടുത്ത് ചാടിക്കടന്ന് പോകുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ആരാ ഈ ഹനുമാനാണ് ചോദിക്കണത് ഭീമനോട്. ഈ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ ഭീമൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനാണ്, ഞങ്ങൾ ഒരേ അച്ഛൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞു. ഓഹോ, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, എനിക്ക് ഏതായാലും മാറാൻ വയ്യ, എൻ്റെ വാലൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ട് ആ വഴിക്ക് പോയിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് അവജ്ഞയൊക്കെ തോന്നി, ഈ കുരങ്ങൻ്റെ വാലൊക്കെ പിടിക്കണ്ടേ, ഏതായാലും ഇടത്തെ കൈകൊണ്ട് പതുക്കെ, ഇദ്ദേഹത്തിന് പുച്ഛമാണ്, അപ്പോൾ വാലെടുത്ത് പൊക്കാനൊക്കെ എന്ത് വിഷമം എന്ന് വെച്ചാൽ വാലിങ്ങനെ പൊക്കാൻ നോക്കിയതാണ്. അപ്പോൾ വാല് പൊങ്ങുന്നില്ല എന്ന് മാത്രമല്ല, കൈയെടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഭീമൻ മറ്റേ കൈകൊണ്ടും 2 കൈകൊണ്ടും പൊക്കാൻ നോക്കി, ഒരു രക്ഷയില്ല, കയ്യും എടുക്കാൻ കിട്ടുന്നില്ല, 2 കൈയും കുടുങ്ങിപ്പോയി. അവസാനം സർവശക്തി എടുത്തിട്ട് പുരിയൊക്കെ ഇങ്ങനെ കോട്ടി കണ്ണൊക്കെ തുറിച്ച് വയർത്ത് കുളിച്ച് ഒരു രക്ഷയില്ല, തൻ്റെ കൈ കുടുങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ആകെ ഇയാളെ അഹങ്കാരമൊക്കെ പോയി, ഭീമൻ്റെ ആ ഹുങ്കൊക്കെ പോയി. ഉടനെ മാപ്പ് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, അങ്ങ് ആരാണ്, എന്താണ്, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഭീമസേനൻ ക്ഷമാപണം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാനാണ് എൻ്റെ ജ്യേഷ്ഠൻ ഹനുമാൻ എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം കാലൊക്കെ തൊട്ട് തലയിൽ വെച്ച് വളരെ സന്തോഷമായിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ ഉപദേശങ്ങൾ കൊടുത്തു. അവിടെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ ബ്രാഹ്മണധർമ്മം ക്ഷത്രിയധർമ്മമൊക്കെ പറഞ്ഞുകൂടെ, എല്ലാം അതുപോലെ ആശ്രമധർമ്മങ്ങൾ, ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം, അതുപോലെ അപ്പോൾ രാമായണ കഥ മുഴുവൻ പറഞ്ഞു. രാമായണം കഥ കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. രാമായണത്തിലെ ഹനുമാൻ, ആ ഹനുമാനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലങ്കയ്ക്ക് ചാടിയ കഥ, അപ്പോൾ അതൊക്കെ കേൾക്കണം, എനിക്ക് അങ്ങയുടെ മുഖത്ത് തന്നെ കേൾക്കണം എന്ന് ഭീമൻ പറഞ്ഞു. ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാമൻ്റെ ദൂതനായിട്ട് ഞാൻ പോയതും
സീതാദേവിയെ കണ്ടതും അങ്കുലിയം കൊടുത്തതും ഒക്കെ വിസ്തരിച്ചങ്ങ് പറഞ്ഞു. ഹനുമാനെ കണ്ടതും രാക്ഷസന്മാരെ കൊന്നതും ലങ്കയ്ക്ക് തീ വെച്ചതും അക്ഷകുമാരനെ കൊന്നതും ഉദ്യാനം തകർത്തുമൊക്കെ അതിഗംഭീരമായിട്ടുള്ള എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഈ ഇതിൽ പല ഇതും പറയുന്നുണ്ട്. ഈ ഉപദേശങ്ങളിൽ ഒരു രാജാവ് രാജധർമ്മങ്ങളൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീയാ മൂഢേന ബാലേന ലുബ്ധേന ലഘുനാപിവാ ന മന്ത്രയീത ഗുഹ്യാനി യേഷു ചോന്മാദ ലക്ഷണം. ഹനുമാൻ പ്രത്യേകം ഒരു ഉപദേശം ഇതാണ്. ഈ ഡിസ്കഷൻ ഉണ്ടല്ലോ, വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഈ ഗൂഢ ആലോചന നടക്കുമ്പോൾ ഈ വിഷയം ഇതിലെ രഹസ്യമായിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മൂഢന്മാരോട് പറയരുത്, വിഡ്ഢികളോട്, അതുപോലെ ബാലന്മാരോട്, കുട്ടികൾ അറിയരുത്. ലുബ്ധേന വേണ്ടത്ര ഒരു പകതിരിവില്ലാത്ത ആൾക്കാരോട്, ഒരു ചപലന്മാരോട് പറയരുത്. അതുപോലെ ഉന്മാദികളോട്, മാനസിക വിഭ്രാന്തിയുള്ളവരോട്, ഇങ്ങനെയുള്ളവരൊന്നും ഇത് അറിയാനേ പാടില്ല, അവരോട് ചർച്ച ചെയ്യാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹനുമാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനൊരാൾ മതി, ആ കൗരവന്മാരെ മുഴുവൻ കൊല്ലും ഞാൻ. എനിക്കൊരു പാറ എടുത്തിട്ട് ആ ഹസ്തിനപുരി അങ്ങോട്ട് തകർക്കാൻ കഴിയും, ഒറ്റ കല്ലിട്ടാൽ മതി, അവരൊക്കെ തകർന്നു പോകും. ഞാൻ വേണമെങ്കിൽ ദുര്യോധനെയൊക്കെ പിടിച്ച് കെട്ടി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം എന്നപ്പോൾ. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഒന്നും വേണ്ട, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അർജുനൻ്റെ കൊടിയുടെ മുകളിൽ ഹനുമാൻ വന്നത് സാന്നിധ്യം ചെയ്തതും. അതാണ് ഹനുമാൻ്റെ ശക്തി അർജുനന് കിട്ടി. അങ്ങനെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ അളകാപുരിയിൽ ഇദ്ദേഹത്തിൻ്റെ വൈശ്രവണൻ്റെ ഉദ്യാനത്തിലാണ് ഈ അവിടെ ജലാശയമുണ്ട്, അവിടെയാണ് ഈ പൂവുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു ഹനുമാൻ. നേരെ പോയിക്കോളാൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് പൂവ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അളകാപുരിയിലെത്തി ഭീമൻ. അളകാപുരിയിൽ ഈ ഉദ്യാനത്തിൽ വന്നു. അപ്പോൾ ഉദ്യാനത്തിന് ചുറ്റുപുറവും ഈ പൂക്കളുണ്ടല്ലോ, പൂക്കൾ വളരെ വിശേഷപ്പെട്ട പൂക്കളായത്. അവിടെ രാക്ഷസന്മാരെയൊക്കെയാണ് കാവൽ നിർത്തിയുള്ളത്, വൈശ്രവണൻ. ഇദ്ദേഹത്തിന് കൂസലൊന്നും ഉണ്ടായില്ല, ഇദ്ദേഹം ഗതിയൊക്കെ ചോദിച്ചാൽ അങ്ങ് നടക്കുകയാണ്. അപ്പോൾ രാക്ഷസന്മാർ ചോദിച്ചു, അങ്ങ് ആരാ? പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ, കുരുവംശം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ധർമാത്മജൻ്റെ ധർമ്മപുത്രരുടെ അനുജനാണ് ഞാൻ വായുപുത്രനായ ഭീമനാണെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഇവിടെ മനുഷ്യർക്ക് പ്രവേശനമില്ല. അത് രാക്ഷസന്മാർ പറഞ്ഞു, ഇവിടെ ദേവർഷിമാരും യക്ഷന്മാരൊക്കെ വരും, അവർ വൈശ്രവണൻ്റെ അനുവാദപ്രകാരം ഈ പൊയ്കയിൽ വന്ന് കുളിക്കാറുണ്ട്. അല്ലാതെ മനുഷ്യരൊക്കെ ഇവിടെ വന്നിട്ട് കടന്നു കഴിഞ്ഞാൽ നിയമം ലംഘിച്ചാണ്ടല്ലോ, അത് പിന്നെ നാശമാണ് എന്ന് പറഞ്ഞു. നിയമം ലംഘിക്കുന്നവർക്ക് മരണമാണ് ഇവിടുത്തെ ശിക്ഷ എന്നൊക്കെ രാക്ഷസന്മാർ പറഞ്ഞു. അതുകൊണ്ട് അങ്ങക്ക് പൂവ് വേണമെങ്കിൽ അങ്ങ് പൂവ് വേണം എന്നുണ്ടെങ്കിൽ വൈശ്രവണനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വൈശ്രവണൻ ചോദിച്ചു, എവിടെ ഈ വൈശ്രവണൻ? അല്ല, അപ്പോൾ ഭീമൻ ചോദിച്ചു, എവിടെയാണ് വൈശ്രവണൻ? എവിടെ നിങ്ങളുടെ ധനേശൻ? പിന്നെ ഞാൻ ക്ഷത്രിയനാണ്, എനിക്കങ്ങനെ യാചിക്കാനൊന്നും പറ്റില്ല, ഒരാളുടെ തരണമെന്ന് പറയാനേ പറ്റില്ല, ഞാൻ കയ്യൂക്കൊണ്ട് നേടിയെടുക്കുന്ന ആളാണ്. അങ്ങനെ രാക്ഷസന്മാരെ ഒന്നും കൂട്ടാക്കാതെ അദ്ദേഹം പൊയ്കയിലേക്ക് അങ്ങ് ഇറങ്ങി. പൊയ്കയിലെത്തിയിട്ട് പൂക്കളൊക്കെ പറിക്കാൻ തുടങ്ങി. ആ സമയത്ത് രാക്ഷസന്മാർ യുദ്ധത്തിന് വന്നു. ഭീമൻ അതൊന്നും പ്രശ്നമില്ല, ഭീമൻ അങ്ങോട്ട് എതിർത്തു, കുറേ എണ്ണത്തിന് അങ്ങോട്ട് തകർത്തു, കുറേ എണ്ണം അങ്ങോട്ട് അടിച്ചു, ഗത കൊണ്ട് അടിച്ചിട്ട്. എന്നിട്ട് അവിടെ നീന്തി കളിച്ചു ആ പൊയ്കയിൽ കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ ഈ വിവരം ഉടനെ വൈശ്രവണൻ്റെ അടുത്തെത്തി. ഇദ്ദേഹം രാക്ഷസന്മാരെയൊക്കെ അടിച്ച് ഓടിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരാൾ വന്ന് വെള്ളത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് പറഞ്ഞു. വൈശ്രവണൻ വന്ന് നോക്കിയപ്പോൾ ഭീമനാണ്. വൈശ്രവണന് വളരെ സന്തോഷമായി, അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. ഇത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വൈശ്രവണൻ പറഞ്ഞു, വൈശ്രവണൻ വേഗം സ്വീകരിച്ചു ഇദ്ദേഹത്തെ. അങ്ങനെ അപ്പോഴേക്കും ദുർനിമിത്തങ്ങൾ കണ്ടു ഇവിടെ ഇവരുടെ താമസിക്കുന്ന സ്ഥലത്ത്, ധർമ്മപുത്രർ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവർ ഭീമൻ അവിടെ പോയി നോക്കും, ഭീമനെ കാണാനില്ല. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, ഇങ്ങനെ പൂവ് കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ പാണ്ഡവന്മാർ നേരെ ഈ വഴിക്ക് യാത്ര ചെയ്ത് ഇവിടെ എത്തി, ഈ പൊയ്കയുടെ തീരത്തെത്തി. ഇപ്പോഴും ഭീമൻ നീന്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു, ഭീമനെ വിളിച്ചിട്ട് പറഞ്ഞു ധർമ്മപുത്രർ, ഇങ്ങനത്തെ സാഹസങ്ങളൊന്നും ചെയ്യരുത്, ഇതൊക്കെ വലിയ തെറ്റല്ലേ, ഇത് വൈശ്രവണൻ്റെ പോയി ഇവിടെ ഈ വഴി വരുന്ന വഴിയൊക്കെ എത്ര ദുർഘടം പിടിച്ച വഴിയാണ്, അതുപോലെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പാഞ്ചാലി പറഞ്ഞപ്പോൾ എനിക്ക് പൂവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നതാണ്. അപ്പോൾ അത് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ അടുത്താണ്, കുബേരൻ്റെ കൊട്ടാരം ഇവിടെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് പോയി കാണാം, പിന്നെയും മുകളിലേക്ക് കയറണം. അപ്പോൾ അങ്ങോട്ട് കയറണം, അവിടെ ഇവിടുന്ന് അങ്ങോട്ട് മനുഷ്യർക്ക് പ്രവേശനം ഇല്ല എന്നുള്ള വിവരം കിട്ടി.
അതൊരു അശരീരി പോലെ കേട്ടു. ഇതുവരെ തന്നെ വന്നത് സാഹസമാണ്, ഇവിടുന്ന് വരാൻ പാടില്ലാത്ത സ്ഥലമാണ്, ഏതായാലും വന്നില്ലേ, ഇനി മടങ്ങിക്കൊള്ളാൻ അവിടുന്ന് പിന്നെ അശരീരി ഉണ്ടായി. അപ്പോൾ അവർ തിരിച്ചു പോന്നു. അങ്ങനെ ഈ സൗഗന്ധിക പുഷ്പം പാഞ്ചാലിക്ക് കൊടുത്തു. പാഞ്ചാലിക്ക് വളരെ സന്തോഷമായി. തിരിച്ച് ബദരി തന്നെ എത്തി, നരനാരായണാശ്രമത്തിൽ. ഘടോൽക്കജൻ അവരെ സ്ഥലത്തേക്ക് പോയിട്ട് ഒക്കെ ഇവരിവിടെ കൊണ്ടുവന്നാക്കി. ഘടോൽക്കജനെ കൊണ്ടുവന്നു, വിളിച്ചിട്ട് ഇവരൊക്കെ എടുത്തും കൊണ്ട് ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കി. പിന്നെ കൈലാസം കാണാനായിട്ട് ഇവർ പോയി. കൈലാസ പർവ്വതം കാണാനായിട്ട് പോയി. വളരെ കഷ്ടപ്പെട്ട് ബദരിയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് 14 ദിവസം കൊണ്ടാണ് അവർ കൈലാസത്തിൻ്റെ സാനുപ്രദേശത്തെത്തിയത്. അതിമനോഹരമായുള്ള സ്ഥലം. അവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ മൈനാകം, ഗന്ധമാദനം മുതലായുള്ള പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ കാണാണ്ട്. അതൊക്കെ നോക്കി കണ്ടു. വൃഷഭർവാവിൻ്റെ ആശ്രമം കാണിച്ചു കൊടുത്തു. അവിടെ കുറച്ച് ദിവസം വൃഷഭർവാവ് അവിടെ സ്വീകരിച്ചു അവരെയൊക്കെ. വൃഷഭർവാവ് എന്നുള്ള മുനി അദ്ദേഹം സൽക്കരിച്ചു. അവിടുന്ന് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. പിന്നെ അവിടെ ആർട്ടിഷേണ മഹർഷി എന്നൊരു മഹർഷിയുണ്ട്. ആർട്ടിഷേണ മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുറച്ച് ദിവസം താമസിച്ചു. അവിടെ പല ദിവ്യാനുഭൂതികളും അവർക്കുണ്ടായി എന്ന് പറയണത്. ആർട്ടിഷേണൻ്റെ രാത്രി പ്രകാശിക്കുന്ന ഔഷധച്ചെടികൾ കണ്ടുവരും. ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് ദിവ്യധ്വനികൾ, വേദമന്ത്രങ്ങളൊക്കെ പോകുന്നു. ആളെയൊന്നും കാണാനില്ല. സിദ്ധന്മാരെ കാണാൻ കഴിഞ്ഞു അവർ. അങ്ങനെ അതിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തൊരു പർവ്വതമുണ്ട്, ശ്വേതപർവ്വതം എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട്. ആ ശ്വേതപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയാൽ കൊള്ളാമെന്ന് ഇവർക്കൊരാഗ്രഹം. അങ്ങനെ അവർ പാഞ്ചാലിയെ ആശ്രമത്തിലിരുത്തി, ആർട്ടിഷേണ മഹർഷിയുടെ ആശ്രമത്തിലിരുത്തി. അങ്ങനെ ഈ ശ്വേതപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവിടെ യക്ഷന്മാരാണ് അവിടെ കാത്തു രക്ഷിക്കുന്നത്. ആ പർവ്വതം അത് പുണ്യസ്ഥാനമാണ്. ഗന്ധർവന്മാർ തടുത്തു വരെ. ഭീമൻ കൂട്ടാക്കുക. ഭീമന് നേരം പോക്കാണ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ. ഭീമൻ അവരോട് യുദ്ധം ചെയ്തു, യക്ഷന്മാരോട്. ഉടനെ പിന്നെ ഗന്ധർവന്മാർ പോയിട്ട് വൈശ്രവണനെ വിവരറിയിച്ചു. വൈശ്രവണൻ്റെ സ്ഥലമാണ് ഈ ശ്വേതപർവ്വതം. പാണ്ഡവന്മാരാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ പൂജിക്കണം, അവരെ സ്വീകരിക്കൂ, അവരെ പൂജിക്കാനാണ് വൈശ്രവണൻ്റെ ഓർഡർ. അങ്ങനെ അവരെല്ലാം മടങ്ങി വന്ന് ഇവരെ വേണ്ട പോലെ സൽക്കരിച്ചു പാണ്ഡവന്മാരെ. അങ്ങനെ അപ്പോഴേക്ക് ഈ യുദ്ധത്തിൽ കുറച്ച് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. മണിമാൻ മുതലായുള്ള വലിയ പേര് കേട്ടുള്ള അതിഗംഭീരന്മാരായുള്ള യക്ഷന്മാരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നു, കുബേരൻ ഇവിടെ വന്നു ഇവരെ കാണാനായിട്ട്. കുബേരനെ കണ്ടു. കുബേരൻ വൈശ്രവണൻ. അത് പറഞ്ഞു, ധർമ്മപുത്രർക്ക് വലിയ വിഷമമായി. കാരണം ഈ ഭീമൻ ഇവരെയൊക്കെ കൊന്നില്ലേ. അതുകൊണ്ട് കുബേരൻ ഈ വൈശ്രവണനോട് പറഞ്ഞു, ചെയ്ത് തെറ്റായിപ്പോയി, ഭീമൻ ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റി, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു സാറില്ല. കാരണം എന്താ അറിയോ, അത് ഭീമൻ്റെ കുറ്റമല്ല, മനുഷ്യൻ്റെ കൈ കൊണ്ട് മരിക്കണം എന്നായി ഇവർക്ക് അഗസ്ത്യൻ്റെ ശാപം ഉണ്ട്. അഗസ്ത്യശാപം കൊണ്ടാണ് മണിമാൻ ഭീമൻ്റെ കൈ കൊണ്ട് മരിച്ചത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരന് കൂടെ സമാധാനമായി. കുബേരൻ പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത് തന്നെ നിങ്ങൾ ഈ അജ്ഞാതവാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പിന്നെ നല്ല സുഖമായിട്ട് നിങ്ങൾ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് കുറേ ഉപദേശങ്ങളും കുറേ കുബേരൻ്റെ വക കുറേ ചർച്ചകളൊക്കെ ഉണ്ടായി. അപ്പോൾ ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ 5 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? യുധിഷ്ഠിര ധൃതിർ ദാക്ഷ്യം ദേശകാല പരാക്രമം ലോകതന്ത്ര വിധാനാനാം ഏഷ പഞ്ചവിധോ വിധി. യുധിഷ്ഠിര മഹാരാജാവേ, ധൃതി എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം, ധൈര്യം എന്നൊക്കെ അർത്ഥമാണ്. ദാക്ഷ്യം സാമർഥ്യം, ദേശം കാലം പരാക്രമം ഇതൊക്കെ അറിയണം. തൻ്റെ ഇടം വേണം, ധൈര്യം വേണം, സാമർഥ്യം ചെയ്യാനുള്ള കുശലത വേണം, ദേശം കാലം പരാക്രമം പരിഗണിക്കണം. ഇങ്ങനെ ഇതിന് വേണ്ട പോലെ പരിഗണിച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം വരണത്. ഈ 5 കാര്യങ്ങൾ കൈവിടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കുബേരൻ യാത്ര പറഞ്ഞു മടങ്ങി. പിറ്റേ ദിവസം രാവിലെ ധൗമ്യ മഹർഷി രാവിലത്തെ കുളി ദേവാരമൊക്കെ കഴിഞ്ഞ് ഈ ധൗമ്യൻ യുധിഷ്ഠിരൻ്റെ കൈ പിടിച്ചിട്ട് കിഴക്കോട്ട് കൊണ്ടുപോയി. എന്നിട്ട് കാണിച്ചു കൊടുത്തു. മേരുപർവ്വതം കാണിച്ചു കൊടുത്തു. ഇതാണ് മേരുപർവ്വതം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സൂര്യചന്ദ്രന്മാർ ഈ ഗിരിയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. സൂര്യചന്ദ്രന്മാർ ഇന്ദ്രൻ്റെയും വൈശ്രവണൻ്റെയും വാസസ്ഥാനം ഇവിടെയാണ് എല്ലാ ദേവന്മാരും മഹാമേരു പർവ്വതത്തിലാണ്. ഇവിടുന്നാണ് സൂര്യഭഗവാൻ ഉദിച്ചു വരുന്നത്. ആ സൂര്യഭഗവാനെയാണ് ലോകരെ മുഴുവൻ വന്ദിക്കുന്നത്.
ഗായത്രി കൊണ്ടും ഒക്കെ സൂര്യനമസ്കാരമൊക്കെ ചെയ്യണില്ലേ. ലോകം മുഴുവനും സൂര്യഭഗവാനെ ഭജിക്കണത് ഇവിടുന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. സൂര്യൻ ഇവിടെ ഉദിച്ചു വരും, ഇവിടുന്ന് അസ്തമിച്ചാൽ അപ്പുറത്ത് പോയിട്ട് ഉദിക്കും. അപ്പോൾ നമുക്കറിയാലോ, ഇവിടെ സൂര്യൻ ഉദിക്കുന്നു പറയുമ്പോൾ ഭൂമി തിരിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടാണ് ഈ മേരുദണ്ഡം. അങ്ങനെ മുനികളും ദേവന്മാരും സിദ്ധന്മാരും ഇതിൻ്റെ തെക്ക് ഭാഗത്ത് ഇതിലാണ് വസിക്കുന്നത്. ദേവന്മാരൊക്കെ ഇവിടെയാണ്, ദേവലോകമൊക്കെ ഇവിടെയാണ്. എന്തിന് ബ്രഹ്മലോകം ഇവിടെയാണ്. ബ്രഹ്മലോകം അതിൻ്റെ മൂർധാവിലാണ്. മേരുദണ്ഡം മേരുവിൻ്റെ മുകളിലാണ്. അങ്ങനെ ഇതിൻ്റെ തെക്ക് ഭാഗത്താണ് സംയമനീപുരി, യമൻ്റെ കൊട്ടാരം, യമൻ്റെ ലോകം. മഹാമേരുവിൻ്റെ മൂർധാവിൽ ബ്രഹ്മലോകമാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തുന്നത്. സപ്തർഷികളും ഇതിൽ നിന്നാണ് ഉയർന്ന് ഉദിക്കുന്നത്. ഇവിടെ രജസ്സില്ലാത്ത രജോ ഗുണം അറ്റിട്ടുള്ള ആത്മാരാമന്മാർ മാത്രമാണ് ഇവിടെ അവരിവിടെ വരും. ആത്മാരാമന്മാരായിട്ടുള്ള രജസ്സൊട്ടും ഉണ്ടാവരുത്. രജോ ഗുണം തീരെ ഇല്ലാത്ത ആത്മാരാമന്മാർ വാഴുന്ന സ്ഥലമാണിത്. ഇത് ലോകത്തിൻ്റെ മൂലപ്രകൃതിയാണ്. സമഷ്ടിയുടെ സമഷ്ടി എന്ന് പറയുമ്പോൾ ബെഷ്ടി, നമ്മളൊക്കെ ഓരോ പാർട്ടികളല്ലേ. യഥാ ബ്രഹ്മാണ്ടം തഥാ പിണ്ടാണ്ടം എന്നുണ്ട്. ബ്രഹ്മാണ്ടത്തിലുള്ളതൊക്കെ പിണ്ടാണ്ടത്തിൽ ഒരു പരമാണുവിലുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിലുള്ളതൊക്കെ. അങ്ങനെ നമ്മളിൽ ഈ മേരുപർവ്വതമുണ്ട്. ആ മേരുപർവ്വതമാണ് നമ്മുടെ നട്ടെല്ല്. ഈ നട്ടെല്ലിൻ്റെ ഏറ്റവും മുകളിലാണ് ബ്രഹ്മലോകം, ശിരസിലിവിടെ. സംയമനീപുരി എന്ന് പറയുന്നത് യമൻ എവിടെ പായു വിസർജനേന്ദ്രിയത്തിൻ്റെ ദേവതയാണ്. അവിടെയാണ് സംയമനീപുരി. അത് നട്ടെല്ലിൻ്റെ അവസാനത്തിലാണ്. ഇങ്ങനെ എല്ലാ ദേവന്മാരും ഇവിടെയാണ്. കണ്ണ്, സൂര്യനാണ് എൻ്റെ ദേവത, ചെവി, ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും സ്ഥാനം ഇതിലാണ്. അപ്പോൾ ഓരോ അണുവിലും ഉണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കഥ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പം ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇദ്ദേഹം രോമാഞ്ചം കൊള്ളുകയാണ്. അങ്ങനെ സമഷ്ടിയുടെ മൂലപ്രകൃതിയാണ് ഈ കാണുന്ന മഹാമേരു പർവ്വതം. ഇപ്പോൾ നമ്മൾ നട്ടലിൻ്റെ സ്ഥാനം സുഷുമ്നാ നാഡി അതാണ്. ബ്രഹ്മർഷികൾക്ക് പോലും അപ്രാപ്യമാണ് ഇവിടെ. ബ്രഹ്മർഷികൾക്ക് പോലും ഇവിടെ വരാൻ പറ്റില്ല, ഇതിൽ മുകളിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെയുണ്ടോ മഹർഷിമാർ. മഹർഷിമാരെക്കാളും ഗ്രേഡ് കൂറിയവരാണ്. ദേവർഷിമാർക്ക് വേണമെങ്കിൽ വന്നു പോകാം, അത്രേ പറ്റില്ല ഇവിടെ. അങ്ങനെ സന്യാസികൾ മാത്രം എത്തണ സ്ഥലമാണത്. സന്യാസി എന്ന് പറഞ്ഞാൽ സർവസംഘ പരിത്യാഗികളായുള്ള സന്യാസിമാർ. അത് നാരായണ ഭക്തി കൊണ്ട് അവിടെ എത്തുന്നത്. ഭഗവാനുള്ള ഭക്തി കൊണ്ട് മാത്രം സന്യാസിമാർ സർവസംഘ പരിത്യാഗികളാണ്. രാഗദ്വേഷങ്ങളൊന്നും തീരെ ഇല്ലാതെ വളരെ ശുദ്ധന്മാരായുള്ള സന്യാസിമാർക്ക് മാത്രം പ്രാപ്യമായുള്ള സ്ഥലമാണത്. യോഗസിദ്ധന്മാരും തമോ മോഹമില്ലാത്തവരും പോയാൽ പിന്നെ തിരിച്ചു വരവില്ലാത്ത സ്ഥലമാണത്. യോഗസിദ്ധന്മാരായിട്ടുള്ള തമസ്സും അജ്ഞാനമൊക്കെ നശിച്ചുള്ള അങ്ങനെയുള്ളവർ പോയാൽ പിന്നെ അവർക്ക് തിരിച്ചു വരണ്ട. ഇതൊക്കെ ജനനമരണങ്ങൾക്കൊക്കെ അതീതമായുള്ള അവസ്ഥയാണ്. യദ്ഗത്വാന നിവർത്തന്തി തദ്ധാമ പരമം മമ എന്ന് ഗീതയിൽ പറഞ്ഞുള്ള അതാണ്. അതിൻ്റെ പരമമായുള്ള ധാമം അതാണ് ഈ മേരുപർവ്വതം. ഈശ്വരസ്ഥാനമാണിത്. യുധിഷ്ഠിര രാജാവേ, ഇതിനെ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് നമസ്കരിപ്പിച്ചു. സൂര്യനും ചന്ദ്രനും ഇതിനെ അനുദിനം പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും ഇതിനെ എപ്പോഴും പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കണം. ധ്രുവൻ ഇതിൻ്റെ നേരെ മുകളിലാണ്. അതാണ് ധ്രുവനക്ഷത്രം. പോൾ സ്റ്റാർ എന്ന് പറയും. പോൾ സ്റ്റാർ നേരെ മുകളിലാണ്. ഒരു പമ്പരങ്ങനെ സ്പീഡിൽ തിരിയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സെൻട്രൽ പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ തിരിയുന്നത്. എന്നപോലെ ധ്രുവസ്ഥാനം ഇതിന് നേരെ മുകളിൽ അവിടേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിൽപ്പ് ഇതിൻ്റെ. അപ്പോൾ പറയുകയാണ്, എല്ലാ ജ്യോതിസുകളും ആകർഷിച്ച ആദിത്യ ഭഗവാൻ ഇരുട്ട് നീക്കാനായിട്ട് ഇതിനെ വലം വയ്ക്കണം. ലോകത്തിൻ്റെ ഇരുട്ട് നീക്കാനായിട്ട് സൂര്യഭഗവാൻ ഈ മേരുപർവ്വതത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കണം. അപ്പുറത്ത് അസ്തമിക്കുമ്പോൾ ഇവിടെ ഉദിക്കുന്നു, ഇവിടെ അസ്തമിക്കുമ്പോൾ അപ്പുറത്ത് ഉദിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു. ചന്ദ്രൻ നക്ഷത്രങ്ങളുമായിട്ട് ഇങ്ങനെ ഇതിന് ചുറ്റുന്നുണ്ട്, 27 നക്ഷത്രങ്ങളുമായിട്ട്. അങ്ങനെ തിഥികളുണ്ടാവുന്നു, പക്കങ്ങൾ, അതായത് കറുത്ത പക്ഷം വെളുത്ത പക്ഷം ഉണ്ടാവുന്നു. അങ്ങനെ കാലത്തെ ഉണ്ടാക്കണം. സൂര്യൻ തെക്കോട്ട് പോയിട്ട് ദക്ഷിണായനത്തിൽ തെക്കോട്ട് പോകുമ്പോൾ ശിശിരം ഉണ്ടാവും, തണുപ്പ് കാലം ഉണ്ടാവും. വടക്കോട്ട് വരുമ്പോൾ ഉഷ്ണകാലം ഉണ്ടാവും. ഏതാണ്ട് മീനമാസം കാലത്തൊക്കെ നമുക്ക് ഉഷ്ണമല്ലേ. അതുപോലെ മകരം കാലത്തൊക്കെ തണുപ്പുണ്ടാവാൻ കാരണം സൂര്യൻ ദക്ഷിണായനത്തിലായതുകൊണ്ടാണ്. ഈ സൂര്യഭഗവാന്റെ പ്രവർത്തനം കൊണ്ടാണ് മഴ, കാറ്റ്, ചൂട് ഇതൊക്കെ നൽകി പ്രജാരക്ഷ ചെയ്യണം സൂര്യഭഗവാൻ. അതുപോലെ കാലത്തെ സൃഷ്ടിക്കുന്ന സൂര്യഭഗവാനാണ്. കാരണം പകൽ രാത്രി ഇങ്ങനെയാണ് കാലം ഉണ്ടാവുന്നത്.
എന്തിനതിന് സൂക്ഷ്മ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കല, കാഷ്ട, യാമം തുടങ്ങിയുള്ളതൊക്കെ, അതുപോലെ ദിവസങ്ങൾ, രാത്രി, പകൽ ഇത് തുടങ്ങിയിട്ട് ആഴ്ചകൾ, മാസങ്ങൾ അങ്ങനെ പോണത് ഈ കാലം സൂര്യൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് കാലൻ സൂര്യൻ്റെ പുത്രനായിട്ട് പറയും പുരാണത്തിൽ. കാലത്തിൻ്റെ അച്ഛൻ സൂര്യനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് നന്നായിട്ട് നമസ്കരിച്ചു, വളരെ ഭക്തിയോടുകൂടി. എല്ലാ ദേവന്മാരെ സ്ഥാനമാണത്. അത് ബ്രഹ്മാവ് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എല്ലാവരും, ഇതിൻ്റെ കൈലാസം അതിൻ്റെ മുകളിൽ തന്നെയാണ്, മഹാമേരുവിൻ്റെ മുകളിലാണ്. അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ അവിടെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടല്ലോ എന്നാണല്ലോ പറയുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം, ഇവിടെ യുക്തിവാദികളൊക്കെ ഈ ജ്യോതിഷത്തെ വിമർശിക്കാനായിട്ട് പറയും, ഈ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് ഭൂമി എന്ന് അറിയാത്ത കാലത്താണ് ഈ ജ്യോതിഷമൊക്കെ എഴുതിയുള്ളത്. ഗ്രന്ഥങ്ങളൊക്കെ അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് അന്നത്തെ കാലത്ത് ഇത് എഴുതിയ ആൾക്കാർ. അതൊക്കെ അന്ധവിശ്വാസമാണ്, അത് ശാസ്ത്രീയമല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവരെ ഒരു ചോദ്യം നമുക്ക് ആലോചിക്കാൻ ബുദ്ധിയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം അവരോട് ചോദിക്കാം. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ ഏതാണ് കേന്ദ്രബിന്ദു? പക്ഷെ അവരുടെ ചോദ്യം എന്താണ്? കേന്ദ്രബിന്ദു സൂര്യനാണ്, സൂര്യനെയാണ് ഭൂമി പ്രദക്ഷിണം വയ്ക്കുന്നത്. സൂര്യൻ ഗ്രഹമല്ല, സൂര്യൻ്റെ ഗ്രഹമാണ് ഭൂമി. അങ്ങനെ വരുമ്പോൾ ജ്യോതിഷത്തിൽ ഈ പറഞ്ഞ തെറ്റല്ലേ? സൂര്യനെ ഗ്രഹമായിട്ട് ഗണിക്കുന്ന തെറ്റല്ലേ എന്നാണ് അവർ ചോദിക്കുക. പറയുക ഇവിടെ ഭൂമിയല്ല, അല്ലെങ്കിൽ ഭൂമിയല്ല ഇവിടുത്തെ ചിന്താ വിഷയം. ഇവിടെ ആരുടെ പേരിലാണോ ജ്യോതിഷം ചിന്തിക്കണത്, അല്ലെങ്കിൽ ഏതിനെക്കുറിച്ചാണോ ചിന്തിക്കണത്, അതിനെ ലഗ്നം എന്നാണ് പറയുക ജ്യോതിഷത്തിൽ. ആ ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നു അതിനെ അപേക്ഷിച്ച്, അതിനെ റിലേറ്റ് ചെയ്ത് എങ്ങനെയാണോ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത്, അതിൻ്റെ ഫലമാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. പിന്നെ വേറൊരു ചോദ്യം അവരോട് ചോദിക്കാം. ഈ പ്രപഞ്ചം അനന്തമാണ്. അനന്തമായ പ്രപഞ്ചത്തിൽ ഏതാണ് കേന്ദ്രബിന്ദു? എവിടെയാണ് കേന്ദ്രബിന്ദു? സൂര്യൻ കേന്ദ്രബിന്ദുവാണോ? സൂര്യനും പോവുകയാണ് സൗരയൂഥമായിട്ട് ഗാലക്സി കൂടെ പ്രദക്ഷിണം വെച്ചു. എവിടെ ഗാലക്സിയോട് കൂടി പ്രദക്ഷിണം വയ്ക്കണ്ടേ എവിടേക്കോ? ആ ഗാലക്സികളെല്ലാം കൂടെ വേറെ എന്തിനോ പ്രദക്ഷിണം വയ്ക്കണു, അതെല്ലാം കൂടെ വേറെ ഏതോ ഒന്നിനും പ്രദക്ഷിണം വയ്ക്കണം. ഇതിന് അവസാനമില്ല, അതങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണ് ഋഷിമാർ പറയുന്നത് ഈ ദൃശ്യപ്രപഞ്ചം മായയാണ്, ഇതൊന്നും ഒരിക്കലും നമുക്ക് സത്യം തെളിഞ്ഞ് കിട്ടില്ല. അപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ അനുഭവത്തിലാണ് നമ്മൾ നോക്കുന്നത്. എത്ര ശാസ്ത്രം പഠിച്ച ആളായാലും, എത്ര സയൻസ് പഠിച്ച ആളായാലും സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നേ പറയുള്ളൂ. അല്ലാണ്ട് സൂര്യൻ അവിടെ നിൽക്കുകയാണ്, അപ്പോൾ പടിഞ്ഞാറ് ഭൂമി ഇത്ര തിരിഞ്ഞപ്പോൾ എവിടെയാണ്, അങ്ങനെയൊന്നും പറയാറില്ല. ശരിക്കും ഇങ്ങനെ അത് ട്രെയിനിൽ പോകുന്ന ഒരാൾ സ്റ്റേഷനെ കടന്നു പോകണ ട്രെയിൻ പ്ലാറ്റ്ഫോമാണ് അയാളെ സംബന്ധിച്ചോളം പോണത്. അയാളുടെ അനുഭവം അതാണ്. ട്രെയിനാണ് പോകണമെങ്കിലും ഇയാളുടെ ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്ക് ട്രെയിൻ പോണതായിട്ട് തോന്നുന്നില്ല, പ്ലാറ്റ്ഫോം ഓടുന്ന മാതിരി, പിന്നിലേക്ക് ഓടുന്ന മാതിരിയാണ് തോന്നുന്നത്. എന്ന പോലെ അനുഭവത്തെ വെച്ചും കൊണ്ടാണ് ഈ വൈദിക സാഹിത്യങ്ങൾ എഴുതിയത്. ഋഷിമാർക്ക് അറിയാഞ്ഞിട്ടല്ല അതൊന്നും, പക്ഷെ അനുഭവത്തെ വെച്ചും കൊണ്ട് വിവരിക്കുന്നു. അതുകൊണ്ട് സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നൊക്കെ പറയൂ. ഇങ്ങനെ ഇത് ജിജ്ഞാസുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കാനുണ്ട്. മേരു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലും നട്ടലിൽ സുഷുമ്ന നട്ടലിനുള്ളിൽ കൂടെയാണ് വരുന്നത്. അങ്ങനെയാണ് സൃഷ്ടി, ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ ഉണ്ടായത്. ആ സൃഷ്ടിക്ക് ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ചിട്ടാണ്, അതാണ് ഇതിൻ്റെ ശാസ്ത്രം. അതൊക്കെ ഋഷിമാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ പറയുകയാണ്, ഈ ഒരിക്കലും സയൻസ് മാഗസിൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. എന്താ വെച്ചാൽ ഇപ്പോൾ ഭൂമി, ഇപ്പോൾ നമ്മളൊരു കാറിൽ കയറി ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു 25 കിലോമീറ്റർ ദൂരത്തെത്തി. അപ്പോൾ നമ്മളെ കണക്കിൽ 25 കിലോമീറ്ററും അരമണിക്കൂറുമാണ് നമ്മുടെ ബോധത്തിലുള്ളത്. പക്ഷേ പറയുകയാണ്, നമ്മൾ സഞ്ചരിക്കുന്ന കാറിനെയും കൊണ്ട്, നമ്മുടെ കാറിനെയും കൊണ്ട് ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 1000 മൈൽ ആ അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അതേസമയത്ത് സൂര്യൻ ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളെയും കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പുറപ്പെട്ട സ്ഥലം സ്പേസിൽ നമ്മൾ ഒരു സ്ഥലത്തൊരു പോയിൻ്റ് ചെയ്ത് വരിക, ഈ ഗാലക്സിയും പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ അതും വേറെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ കോടാനുകോടി കിലോമീറ്ററുകൾ അരമണിക്കൂറിനെത്തി, അതിനവസാനമില്ല. അപ്പോൾ പറയുകയാണ്, എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയാണ്? ഒന്നുകിലെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടേയിരിക്കണോ, അല്ലെങ്കിൽ ഒന്നും ചലിക്കുന്നില്ല എന്നാണ്. ഇതാണ് ശാസ്ത്രത്തിൽ പറയാനുള്ളത്. അപ്പോൾ ബാഹ്യമായുള്ള ഈ വിഷയങ്ങളിലൂടെ നമുക്ക് സത്യം കാണാൻ കഴിയില്ല. ഈ കാണുന്ന ആളാണ് സത്യം, ദൃഷ്ടാവാണ് സത്യം, ദൃശ്യമല്ല എന്നുള്ളത് ചുരുക്കി പറയാം. അപ്പോൾ മേരുദർശനം കണ്ടോടുകൂടിയിട്ട് ആ മേരുവിനെ കണ്ടു, ഇവിടെയാണ് എല്ലാം, ചൈതന്യം അവിടെയാണ് മനസ്സിലായി, നമസ്കരിച്ചു. അങ്ങനെ പിന്നെ അർജുനൻ തിരിച്ചു വരികയാണ് ഗന്ധമാദന പർവ്വതത്തിലാണ് വന്ന് ഇറങ്ങണത്.
5 കൊല്ലം ദേവലോകത്ത് അദ്ദേഹം കഴിച്ചു കൂട്ടി. എവിടെ? ദേവേന്ദ്രൻ്റെ കൂടെ. അവിടുന്ന് എല്ലാ ദിവ്യാസ്ത്രങ്ങളും മേടിച്ചു. എല്ലാ ദിവ്യാസ്ത്രങ്ങളും ദേവലോകത്ത് ദേവേന്ദ്രൻ അറിയാവുന്ന എല്ലാ ദിവ്യാസ്ത്രങ്ങളും വാങ്ങി. ഏതൊക്കെ? അഗ്നേയം കൂടി തീയുണ്ടാക്കാം. വാരുണം, സൗമ്യം, വായവ്യം, വൈഷ്ണവം, ഐന്ദ്രം, പാശുപതം, ബ്രാഹ്മം, പാരമേഷ്ട്യം, അതൊക്കെ നേടി. ഇതെല്ലാം ഇന്ദ്രന് ഇപ്പോൾ അർജുനനെല്ലാം സ്വായത്താണ്. മാത്രമല്ല യമൻ, ത്വഷ്ടാവ്, ധാതാവ്, സവിതാവ്, വൈശ്രവണൻ ഇവർക്കുള്ള അസ്ത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ സമാധാനമായി. കാരണം ഇനി കൗരവന്മാരെ പേടിക്കണ്ട, ഉറപ്പായി. അങ്ങനെ അവിടുന്ന് അർജുനൻ യാത്ര പറഞ്ഞു. ദേവേന്ദ്രൻ്റെ അച്ഛനുമാണല്ലോ, പിതാവിനോട് യാത്ര പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരോടും ഋഷിമാരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മാതലി തെളിക്കുന്ന തേരിൽ കയറി. മാതലിയാണ് ഈ ഇന്ദ്രൻ്റെ സാരഥി. അതിൽ കയറിയിട്ട് അവിടുന്ന് ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരിങ്ങനെ അർജുനൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുക. എന്തോ കാണാത്തത്, കുറേ കാലയിലേ പോയിട്ട് 5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതാ ആകാശത്തേക്ക് നോക്കണ സമയത്ത് മേഘങ്ങളുടെ ഇടയിൽ കൂടെ മിന്നൽ പ്രഭയോട് കൂടിയിട്ട് ഇന്ദ്രരഥം വരുന്നു കണ്ടു പാണ്ഡവന്മാരും. അവരിതിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയത്. എന്താ? മാതലിയാണ് ഓടിക്കുന്ന രഥം. മേഘങ്ങളുടെ ഇടയിൽ മിന്നൽ കൊടി പോലെയാണ്, കൊള്ളിമീൻ പോലെയാണ് വരുന്നത്. ഇങ്ങനെ അഗ്നിജ്വാല പോലെയാണ് ആ തേര് വരുന്നത്. അതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ രഥത്തിൽ പൂമാലയൊക്കെ ചൂടി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇന്ദ്ര തുല്യനായിട്ട് അർജുനനെ കണ്ടുവരും. അങ്ങനെ ശ്രീ കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട് അർജുനൻ. അങ്ങനെ കണ്ടപ്പോൾ തന്നെ പാണ്ഡവന്മാർക്കൊക്കെ വളരെ ആഹ്ലാദമായി. അവിടുന്ന് രഥം വന്ന് ഗന്ധമാദനത്തിൽ ഇറങ്ങി. അവിടുന്ന് രഥത്തു നിന്ന് ഇറങ്ങി അർജുനൻ. എന്നിട്ട് ധൗമ്യ മഹർഷിയുടെ പാദത്തിൽ നമസ്കരിച്ചു, വണങ്ങി. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൻ്റെ ജ്യേഷ്ഠൻ്റെ കാല് തൊട്ട് തലയിൽ വെച്ചു. ഭീമൻ്റെ പാദങ്ങൾ വണങ്ങി. അതുപോലെ നകുല സഹദേവന്മാർ വന്നിട്ട് അർജുനനെ നമസ്കരിച്ചു. അങ്ങനെ പാഞ്ചാലിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചു. ദേവേന്ദ്രനെ സൽക്കരിക്കുന്ന പോലെ മാതലിയെ സൽക്കരിച്ചു. മാതലി അവിടുന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞു വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ പോയി. അങ്ങനെ അർജുനൻ കുറച്ച് നേരമൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ കിരാതമൂർത്തിയെ കാണാൻ കഴിഞ്ഞത്, ഭഗവാൻ പരമേശ്വരനെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അതൊക്കെ വിസ്തരിച്ച് പറയാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി കിടന്ന് ഉറങ്ങാം ഇത് പിന്നെ ക്ഷീണം കൊണ്ട്. അങ്ങനെ സ്വർഗത്തിലുണ്ടായ കഥകളൊക്കെ ചുരുക്കി പറഞ്ഞിട്ട് അങ്ങനെ ദേവേന്ദ്രൻ കൊടുത്ത വിശിഷ്ടങ്ങളായുള്ള ദിവ്യായുധങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ വന്നിട്ട് അവിടുന്ന് കിട്ടിയുള്ള ദിവ്യങ്ങളായുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വിലമടിക്കാൻ കഴിയാത്ത അത്ര വലിയ രത്നാഭരണങ്ങളൊക്കെ അതൊക്കെ പാഞ്ചാലിക്ക് കൊടുത്തു. പാഞ്ചാലിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അർജുനൻ കുറച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇന്ദ്രൻ വന്നു. അവിടെ ഇന്ദ്രൻ വന്നിട്ട് ധർമ്മപുത്രാദികളൊക്കെ നന്നായിട്ട് ആശ്വസിപ്പിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, ഈ ഭൂമിയൊക്കെ നിങ്ങൾ പാലിക്കും, നിങ്ങൾ കാമ്യവനത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ എല്ലാം അർജുനനെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ദിവ്യാസ്ത്രങ്ങളും അയാൾക്കറിയാം. എനിക്കും തന്നെ അർജുനൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. നിവാതകാലകയന്മാർ, അങ്ങനെയുള്ള നിവാതകവചന്മാർ മുതലായുള്ള അസുരന്മാരെയൊക്കെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ലോകത്തിലും അയാൾ അജയനാണ് അർജുനൻ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ദേവേന്ദ്രൻ യാത്ര പറഞ്ഞു പോയി. വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ പോയി. പിറ്റേ ദിവസം അർജുനനും യുധിഷ്ഠിരനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു അർജുനൻ. നിവാതകവചന്മാരെ കൊന്നതും സമുദ്രത്തിൽ പോയി ഒളിച്ചിരുന്ന അവരെയൊക്കെ കൊന്നു ഇന്ദ്രൻ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ പോയിട്ട് 5 കൊല്ലം താമസിച്ചതും അർദ്ധാസനത്തിലിരുന്നതും അവിടെ വെച്ച് ലോമശ മഹർഷിയെ കണ്ടതും ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാട്ടിൽ ഇവിടെ പോയിട്ട് തപസ് ചെയ്തും, ഇന്ദ്രകീലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി തപസ് ചെയ്തും, അതുപോലെ ഭൂമിയിൽ സാക്ഷാൽ ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് വന്നതും പാശുപതം തന്നതും അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞപ്പോൾ രോമാഞ്ചകഞ്ചുകിതനായി യുധിഷ്ഠിരൻ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് ധർമ്മപുത്രർക്ക് ഈ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഒന്ന് പ്രയോഗിക്കണതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അത് നാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ദിവ്യാസ്ത്ര പ്രയോഗത്തിന് പുറപ്പെട്ടു അർജുനൻ. 1-2 അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചപ്പോൾ പർവ്വതങ്ങളൊക്കെ കിടന്ന് കിടുകിട പറയ്ക്കണം.
മൃഗങ്ങളൊക്കെ ഓടി ഗുഹയിലൊക്കെ പോയി ഒളിക്കുന്നു. ആകപ്പാടെ പ്രകൃതി മുഴുവൻ ആകെ ക്ഷോഭിക്കുന്നു. പെട്ടെന്ന് നാരദർ പ്രത്യക്ഷമായി. ഇതങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല, ദിവ്യാസ്ത്രങ്ങളാണത് എന്ന് പറഞ്ഞു. അങ്ങനെ തൽക്കാലമൊക്കെ നിർത്തിവെച്ചു അർജുനൻ. അങ്ങനെ ആ അധ്യായം അവിടെ കഴിഞ്ഞു. പിന്നെ അജഗര പർവ്വം. അജഗരൻ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പാണ്. അങ്ങനെ 4 കൊല്ലം ഗന്ധമാദന പർവ്വതത്തിൽ തന്നെ താമസിച്ചു വരും. ഇവ 10 കൊല്ലം കഴിഞ്ഞു. 12 കൊല്ലമാണല്ലോ വനവാസം. അതിൽ 12-ൽ 10 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ വനവാസം പൂർത്തിയാക്കിയ ഒരു 10 കൊല്ലം. ഇനി ഇവിടുന്ന് പോകാൻ നമുക്ക് തീരുമാനിച്ചു. കാരണം ഈ അജ്ഞാതവാസം 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ അപ്പം അതിന് വേണ്ട ആലോചനകളൊക്കെ ചെയ്യണം, അതിന് വേണ്ട പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോവാം തീരുമാനിച്ചു. അങ്ങനെ വിശാഖയൂപം എന്ന് പറഞ്ഞ സ്ഥലം, വിശാഖയൂപം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ താമസിച്ചു. 1 വർഷം അവിടെ താമസിച്ചു. അന്ന് ഒരു ഊക്കൻ പെരുമ്പാമ്പ് ഭീമൻ്റെ ശരീരത്തെ ചുറ്റി. അവിടുന്ന് യുധിഷ്ഠിരൻ വന്നിട്ടാണ് മോചിപ്പിച്ചത്. സരസ്വതി നദിയുടെ തീരത്ത് ദ്വൈതവനത്തിൽ തപസ്സികൾ, സമാധിയുള്ളവർ, വാനപ്രസ്ഥികൾ, അങ്ങനെ ഇവരൊക്കെ കേട്ട് ഓടി വന്നു വിശാഖയൂപത്തിലേക്ക്. അവരൊക്കെ ഓടി വന്ന് കണ്ടു. ഇവരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷമായി. അങ്ങനെ അവരൊക്കെ വന്ന് കണ്ടു. അപ്പോൾ ജനമേജയൻ ചോദിച്ചു, ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ 10,000 ആനയുടെ ശക്തിയുള്ള ഭീമനെ ഒരു പെരുമ്പാമ്പ് പിന്നെ ചുറ്റി ഭീമൻ ആകെ പരവശനായി എന്നൊക്കെ അങ്ങ് പറഞ്ഞുവല്ലോ. ഭീമൻ എങ്ങനെ ഈ പെരുമ്പാമ്പിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്? പൗലസ്ത്യനായിട്ടുള്ള പുലസ്ത്യ മഹർഷിയുടെ മകനാണ് വൈശ്രവണൻ. വൈശ്രവണനെ പോരിന് വിളിച്ച ആളാണ് ഈ ഭീമൻ. യക്ഷരാക്ഷസന്മാരായുള്ള യക്ഷരാക്ഷസന്മാരെയും ഗന്ധർവന്മാരെയൊക്കെ തല്ലി തകർത്ത ആളാണ് ഈ ഭീമൻ. ആ ഭീമനെ എങ്ങനെയാണ് പെരുമ്പാമ്പ് ചുറ്റിയെന്ന് പറഞ്ഞാൽ 10,000 ആനയുടെ ശക്തിയില്ലേ അയാൾക്ക്. അപ്പോൾ വൈശമ്പാനും പറയും, ഈ പെരുമ്പാമ്പ് സാധാരണ പെരുമ്പാമ്പല്ല, അത് അഗസ്ത്യൻ്റെ ശാപം, അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് നൗഷൻ പെരുമ്പാമ്പായിട്ട് മാറിയതാണ്. അങ്ങനെ മഹർഷിയെ നിന്ദിച്ചപ്പോഴാണ് അയാൾക്ക് രൂപം കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥ പറഞ്ഞു. ഒരിക്കൽ ഭീമൻ ഇങ്ങനെ നായാട്ടിന് പോയതാണ്, വാളും വില്ലും ഒക്കെ എടുത്തിട്ട്. പറഞ്ഞ മാതിരി പരാക്രമം കാണിച്ചുകൊണ്ടാണല്ലോ പോക്ക്. അങ്ങനെ പോകുമ്പോൾ ആന, പന്നി, കരടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ഓടിച്ച് അങ്ങനെ എടുത്ത് എറിഞ്ഞ് സിംഹത്തിനെയൊക്കെ വാലും പിടിച്ച് എറിയും. അങ്ങനെയായിരുന്നു. അങ്ങനെ പോയിട്ട് ഒരു ഗുഹയിൽ, വലിയൊരു ഗുഹ കണ്ടു. കൊണ്ടപ്പോൾ ആ ഗുഹയിൽ വല്ല മൃഗങ്ങളുണ്ടോ നോക്കാൻ വേണ്ടി അരുൾ കയറി. കയറിയ വഴിക്ക് ഒരു വലിയ പാമ്പ്, പെരുമ്പാമ്പ് ഇയാളെ കയ്യിൽ പിടിച്ചു. പിന്നെ ശരീരം ചുറ്റി, പെരുമ്പാമ്പ് ഭീമൻ്റെ ചുറ്റി കൈ വിട്ടു. ഭീമൻ അനങ്ങാൻ പറ്റാതെ വന്നു. കുടഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല, വലിച്ചു മുറുകി. അപ്പോൾ ഭീമന് മനസ്സിലായി ഇത് സാധാരണ ആളല്ല, ഇത് സാധാരണ ഒരു പാമ്പല്ല. അങ്ങ് ആരാണോ ചോദിച്ചു. അപ്പോൾ ഭീമനോട് ചോദിച്ചു ആരാണ്. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഞാൻ പാണ്ഡവനാണ്, ധർമ്മപുത്രൻ്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ നൗഷനാണ്, എനിക്ക് പെരുമ്പാമ്പായിട്ട് ശാപം കിട്ടിയതാണ്, ഞാൻ ഈ ഗുഹയിൽ താമസിക്കും, എനിക്കെപ്പോഴെങ്കിലും ഈശ്വര കൽപ്പിതമായിട്ട് വല്ല ജീവികളും വന്നാൽ ഞാൻ പിടിച്ചു തിന്നും. ഇന്ന് നീയാണ് എൻ്റെ ഇര, ഞാനിന്ന് എൻ്റെ വംശത്തിൽ ജനിച്ച ആളാണ്, എന്ത് ചെയ്യാം, വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി, നീ ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഭീമൻ പറയാണ് ഈ പെരുമ്പാമ്പിനോട്, ദൈവം പുരുഷകാരേണ കോ വഞ്ചയിതുമർഹസി ദൈവമേവ പരം മന്യേ പുരുഷാർത്ഥോ നിരർത്ഥക. ഈ ദൈവമേവ പരം, ഇത് പലപ്പോഴും ഇതിൽ ആവർത്തിച്ച് വരുന്ന ശ്ലോകമാണ്. മനുഷ്യപ്രയത്നം കൊണ്ട് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ദൈവം എന്ന് പറഞ്ഞാൽ കർമ്മഫലം എന്നാണ് അർത്ഥം. ദൈവം എന്നുള്ള വാക്കിന് കർമ്മഫലം എന്നാണ് അർത്ഥം. നമ്മുടെ കർമ്മഫലമാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാക്കുന്നത്. ആ അനുഭവങ്ങളെ പുരുഷപ്രയത്നം കൊണ്ട് നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ തീരൂ. അത് നമ്മുടെ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ പ്രയത്നം കൊണ്ട് അതിനെ മറികടക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ദൈവം തന്നെയാണ് ബലമായിട്ടുള്ളത്. ദൈവമേവ പരം, ഏറ്റവും ശ്രേഷ്ഠം. ദൈവമാണ് കർമ്മഫലം തന്നെയാണ് ഏറ്റവും മീതെ. ഈ പുരുഷ പ്രയത്നം അവിടെ നിഷ്ഫലമായിട്ട് വരുന്നു എന്ന് ഭീമൻ പാമ്പിനോട് പറഞ്ഞു. പക്ഷേ എന്നെ കൊന്നു കഴിഞ്ഞാൽ, എന്നെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ സഹോദരന്മാരൊക്കെ വിഷമിക്കും. കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് ഭക്ഷിക്കാതെ കഴിയില്ല, എനിക്കിങ്ങനെയൊക്കെയാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പാമ്പ് പറഞ്ഞു. ഇതുപോലെ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. വീണ്ടും ഇവിടെ
ധർമ്മപുത്രർക്ക് ഇങ്ങനെ പ്രകൃതിയിലുള്ള ഓരോ ചലനങ്ങൾ കണ്ടാലും മനസ്സിലാവും. അങ്ങനെ ഘോര ഉൽപ്പാദങ്ങളൊക്കെ ഉണ്ട്. കൊള്ളിമീനൊക്കെ അങ്ങനെ ഉൽക്കകളൊക്കെ വീഴുന്നു. വലതുഭാഗത്തു നിന്ന് കുറുക്കൻ ഓരിയിടണു. കുറുക്കനെ നോക്കിയപ്പോൾ അഗ്നികോണിലിങ്ങനെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഇങ്ങനെ ഭയന്ന് കുറച്ച് നിൽക്കുന്നത് കണ്ടു. ചരൽപ്പൊടി ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് കാറ്റ് രൂക്ഷമായിട്ട് വീശുന്നുണ്ട്. കാക്ക പിന്നെന്ന് കരയുന്നുണ്ട്, വരൂ പോകൂ 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 എന്ന് പറഞ്ഞ വരി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വലത് കൈ വറയ്ക്കുന്നുണ്ട്. അപ്പോൾ പാഞ്ചാലിയോട് ചോദിച്ചു, എവിടെയാണ് ഭീമൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഈ വഴിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ധൗമ്യ മഹർഷിയും കൂട്ടിയിട്ട് ധർമ്മപുത്രർ ഓടിപ്പോയി. പോണ വഴി അറിയാലോ, ഭീമൻ പോണ വഴി കാണാൻ കഴിയും. അങ്ങനെ പോയി അവസാനം അദ്ദേഹം ഈ ഗുഹയിലെത്തിയിട്ട് ഈ പാമ്പ് ഭീമനെ ചുറ്റിയതായിട്ട് കാണുകയാണ്. യുധിഷ്ഠിരനാകെ പരിഭ്രമായി, ഇതെന്താണോ ചോദിച്ചു. അപ്പോൾ ഭീമൻ പറഞ്ഞു, അങ്ങ് പാമ്പിനോട് സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പാമ്പിനോട് ചോദിച്ചു, ഇതെൻ്റെ അനിയനാണ്, പിന്നെ അങ്ങേക്ക് വേറെ ഭക്ഷണം ഞാൻ വേറെ തരാം, ഇവനെ വിടണം, ഇതെനിക്ക് എൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതൊന്നുമില്ല, ഇന്ന് ഇവനാണ് എൻ്റെ ഭക്ഷണം, നാളെ നീയാണ് എൻ്റെ ഭക്ഷണം എന്ന് ധർമ്മപുത്രരോട് പറഞ്ഞു. അങ്ങനെ പറയരുത്, ഞങ്ങൾ വളരെ ആവശ്യ നിലയിലാണിപ്പോൾ, അങ്ങ് ഭീമനെ കൊല്ലരുതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യണം, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, ശരിക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ കൊല്ലില്ല, ഞാൻ ഭീമനെ വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഈ പെരുമ്പാമ്പ് ചോദിക്കുകയാണ്, ആരാണ് ബ്രാഹ്മണൻ, എന്താണ് പരമോത്കൃഷ്ടമായ പദം, ഏതാണ്? ഇത് രണ്ട് ചോദ്യമാണ്. ആരാണ് ബ്രാഹ്മണൻ, ഏതാണ് പരമോത്കൃഷ്ടമായുള്ള പദം ഏത്, ഇത് രണ്ട് ചോദ്യമാണ്. അപ്പോൾ പറഞ്ഞു, യുധിഷ്ഠിരൻ്റെ മറുപടി ഇതാണ്, സത്യം ദാനം ക്ഷമാ ശീലം ആനൃശംസ്യം തപോ ഘൃണം ദൃശ്യതേ യത്ര നാഗേന്ദ്ര സബ്രാഹ്മണ ഇതി സ്മൃത. ഇതാണ് ചോദ്യം, ഇതാണ് ഉത്തരം. സത്യം ദാനം ക്ഷമാശീലം അനൃശംസ്യം തപോ ഘൃണം. എവിടെയാണോ, ആരിലാണോ സത്യം, അതുപോലെ ദാനം, ക്ഷമ, ശീലം, നല്ല ശീലങ്ങൾ, ആനൃശംസ്യം, പാരുഷ്യമില്ലായ്മ, വളരെ സ്മൂത്തായിരിക്കണം ആൾ, തപസ്സുണ്ടാവണം, കൃപയുണ്ടാവണം, ഇതൊക്കെ ആരിലാണോ ഉള്ളത് ആ ആൾ ബ്രാഹ്മണനാണ് എന്ന് ഈ യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു. സത്യം, ദാനം, ക്ഷമ, ശീലം, അനൃശംസ്യം, തപസ്, ഘൃണം, ഈ ലക്ഷണങ്ങളൊക്കെ ആരിൽ കാണുന്നുവോ അയാൾ ബ്രാഹ്മണനാണ്. ദൃശ്യത എത്ര, എവിടെയാണോ കാണപ്പെടുന്നത്, നാഗേന്ദ്ര അല്ലയോ പെരുമ്പാമ്പേ, അയാളെയാണ് ബ്രാഹ്മണ ഇതി സ്മൃത. അപ്പോൾ സർപ്പം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ശൂദ്രരിലും കാണുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകളെ ചിലരെ. അപ്പോൾ പറഞ്ഞു, യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, ശൂദ്രതേ യത് ഭവേ ലക്ഷ്മ ദിജേതച്ച ന വിദ്യതേ ന ശൂദ്രോ ഭവേ ശൂദ്ര ബ്രാഹ്മണോ നച ബ്രാഹ്മണ. ശൂദ്രനിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ബ്രാഹ്മണനിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ ആ ശൂദ്രനല്ല, ആ ബ്രാഹ്മണനുമല്ല. അതായത് ഈ ലക്ഷണങ്ങളുള്ള ആരാണോ അയാൾ ഈ ലക്ഷണങ്ങൾ ശൂദ്രനുണ്ടെങ്കിൽ അയാൾ ശൂദ്രനാണ്, അയാൾ ബ്രാഹ്മണനാണ്. ഇത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾ ശൂദ്രനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ പറഞ്ഞു, വൃത്തി, അതായത് ചിത്തവൃത്തി നോക്കിയിട്ടാണ് വർണ്ണം ജ്ഞാനികൾ കണക്കാക്കുക. മറ്റ് അതായത് സൂചനയ്ക്ക് മാത്രം, ഒരു ഐഡൻറ്റിറ്റിക്ക് മാത്രമാണ് ഈ വർണ്ണങ്ങളെയൊക്കെ ഇങ്ങനെ പറയണത് ബ്രാഹ്മണനാണ് എന്നൊക്കെ പറയണത്, ശൂദ്രനാണെന്നൊക്കെ പറയണത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലക്ഷണം, ഇതാണ് അഭിജ്ഞന്മാർ ഇതാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇനി അങ്ങയുടെ അടുത്ത ചോദ്യം, സുഖം പറഞ്ഞു, ഈ ഏറ്റവും പരമമായ പദം ഏതാണോ ചോദിച്ചില്ലേ, ഉത്കൃഷ്ടമായ പദം. അപ്പോൾ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു, സുഖദുഃഖങ്ങൾക്കൊക്കെ അതീതമായുള്ള ആ സ്ഥാനമാണ് പരമപദം എന്ന് പറഞ്ഞു, അത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. അതാണ് ബ്രഹ്മമാണ് ഏറ്റവും പരമമായുള്ള പദം, അത് സുഖദുഃഖാതീതമായുള്ളതാണ്, ദ്വന്ദ്ങ്ങൾക്ക് അതീതമാണ്. അപ്പോൾ പെരുമ്പാമ്പ് ചോദിച്ചു, സ്വർഗത്തിലും നരകത്തിലും ഭൂമിയിലൊക്കെ സുഖദുഃഖങ്ങളുണ്ട്, അപ്പോൾ ആ ലോകം എവിടെയാണോ ചോദിച്ചു. അത് പറഞ്ഞു, ആ ലോകം സംസാരത്തിൻ്റെ അപ്പുറത്താണ് എന്നാണ് ധർമ്മപുത്രർ പറയണത്, സംസാരത്തിൻ്റെ അപ്പുറത്താണ്. ഇപ്പോൾ ഈ ശ്ലോകം ഗീതയിലെ ശ്ലോകമുണ്ട്, നിർമ്മാനമോഹ ജതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സംചീർ ഗച്ഛന്ത്യ അമൂഢപദമവ്യയം തത്. ഗച്ഛന്ത്യ അമൂഢ പദമവ്യയം തത്, നാശമില്ലാത്ത പദം അതാണ്. ദ്വന്ദ്ങ്ങൾക്കൊക്കെ അതീതമായുള്ള ആ പദം, സുഖം ദുഃഖം മാനം അവമാനം ഇതിനൊക്കെ അപ്പുറത്തുള്ളതായ, അത് സംസാരത്തിൻ്റെ അപ്പുറത്താണ്.
ഈ പെരുമ്പാമ്പിന് വളരെ സന്തോഷമായി. ഭീമനെ വിട്ടു, ഭീമനെ മോചിപ്പിച്ചു. അത് കഴിഞ്ഞ് അതോടുകൂടിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ കാണും എന്ന് അഗസ്ത്യ മഹർഷി അന്ന് എനിക്ക് ശാപമോചനം തന്നിട്ടുണ്ടായിരുന്നു. എന്നാണോ യുധിഷ്ഠിരൻ നിന്നെ കണ്ട് നിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണത്, അന്ന് നിനക്ക് ശാപമോചനം കിട്ടും. എനിക്കിങ്ങനെ വരാനുണ്ടായ കാരണം ഞാൻ ബ്രാഹ്മണ നിന്ദ ചെയ്തുകൊണ്ടാണ്, അഗസ്ത്യനെ ചവിട്ടി ഞാൻ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ പെരുമ്പാമ്പായിട്ട് കിടക്കേണ്ടി വന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബ്രാഹ്മണൻ ആരാണെന്ന് ചോദിച്ചത്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഇതാ വീണ്ടും സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നഹുഷൻ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കഥ അവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.